സൂറത്തുൽ മുൽക്കിലെ 25, 26 ആ ആയത്തിന്റെ ഭാഗമായി ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളായിരുന്നു നാം പറഞ്ഞിരുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ വളരെ പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിലാണ്. ഈ ദുൽഹജ്ജ് മാസത്തിന്റെയും ഇതിലെ ആദ്യത്തെ 10 ദിനങ്ങളുടെയും പ്രത്യേകതകളും പ്രാധാന്യം നമ്മൾ അറിയണം. അപ്പോഴാണ് ഈ ദിവസങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടുത്താം നമുക്ക് ബോധ്യമില്ല. നമുക്കറിയാലോ, ആകാശഭൂമികളെ സൃഷ്ടിച്ചത് മുതൽ തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ 12 മാസമാണ്. ആ 12 മാസത്തിൽ 4 മാസത്തെ അള്ളാഹു തന്നെ പരിശുദ്ധമെന്നും പവിത്രമെന്നും പറഞ്ഞു. അതിലൊരു മാസമാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞുകൂടുന്ന ഈ ദുൽഹജ്ജ് മാസം. നമ്മൾ അള്ളാഹു പറയുന്നുണ്ട് വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിലെ 36-ാമത്തെ ആയത്ത്. إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم. ഇവിടെ അള്ളാഹു പറയുന്ന ആകാശഭൂമികളെ സൃഷ്ടിച്ചത് മുതൽ അള്ളാഹുവിന്റെ രേഖയിൽ മാസങ്ങളുടെ എണ്ണം, അള്ളാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12 ശഹ്റൻ 12 എണ്ണമാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു മിൻഹ, ആ 12 മാസത്തിൽ 4 ഹുറും, 4 എണ്ണം പവിത്രമാണ്, പരിശുദ്ധമാണ്. ആ 4 പരിശുദ്ധ മാസങ്ങൾ ഏതാണെന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. ഇപ്പൊ നമ്മൾ കാണുന്നത് ഇമാം ബുഖാരിയും മുസ്ലിമൊക്കെ ഉദ്ധരിച്ച ഹദീസാണ്. പറയുന്നത് അസ്സനത്തു 12 ശഹ്റൻ, ഒരു വർഷം എന്ന് വെച്ചാൽ 12 മാസമാണ്. മിൻഹ, അതിൽ 4 ഹുറും, അന്ന് പറഞ്ഞ പോലെ നബി പറയുന്നു 4 എണ്ണം പരിശുദ്ധമാണ്. 4 മാസം ഏതൊക്കെയാണ്? സലാസത്തുൻ മുതവാലിയാത്ത്, അതിൽ 4 പവിത്ര മാസങ്ങൾ 3 എണ്ണം തുടർച്ചയായി വരുന്നതാണ്. ഏതൊക്കെ? ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം. പിന്നെ 4ാമത്തെ ഏതാണ്? റജബു മുദർ അല്ലദി ബൈന ജുമാദ വ ശഅബാൻ. മുദർ ഗോത്രക്കാർ ഏറെ ബഹുമാനിക്കുന്ന ജമാദുൽ ഉഖറയുടെയും ശഅബാന്റെയും ഇടയിലുള്ള റജബുമാകുന്നു. അപ്പോൾ 4 പവിത്ര മാസങ്ങൾ ഏതൊക്കെയാണ്? ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം, റജബ്. അപ്പൊ ഈ ദുൽഹജ്ജ് മുഴുക്കെ പവിത്രമാണ്, പരിശുദ്ധമാണ്. അതിൽ തന്നെ ഈ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ അതിനേക്കാളും ശ്രേഷ്ഠമാണ്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഈ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 രാത്രികൾ കൊണ്ട് സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. വലയാലിൻ അശ്ർ എന്ന് നമ്മൾ ഫജ്റിന്റെ തുടക്കത്തിൽ 10 രാത്രികൾ തന്നെയാണ് സത്യം എന്ന് വെച്ചാൽ അതിനെ കൃത്യമായി വിശദീകരിക്കുന്നത് മുറാദ് ബിഹ അശ്ർ ദിൽഹിജ്ജ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അശ്ർ ദിൽഹിജ്ജ, ദുൽഹിജ്ജ 10 ദിവസങ്ങളാണ്. അപ്പൊ അല്ലാഹു വിശുദ്ധ ഖുർആനിൽ ഒരു ദിവസത്തെയോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് പഠിച്ച സത്യത്തിൽ അതിന് മഹത്വമുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. നമ്മൾ ആലോചിച്ച് നോക്കുക, കഅബയിൽ ഇതിന്റെ മഹത്വം അറിയണമെങ്കിൽ ഈ നമ്മളിപ്പോ എത്തിയ 1 മുതൽ 10 വരെയുള്ള ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളുടെ പ്രത്യേകത അറിയണമെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം കഅബയെ പണി. ഇത് വളരെ പഴക്കമുള്ള കഅബയുടെ ഒരു ചിത്രമാണ്. ഇബ്രാഹിം നബി കഅബയെ പണിത ശേഷം അല്ലാഹു ഇബ്രാഹിം നബിക്ക് കൊടുത്ത കൽപ്പന ഹജ്ജിനായിട്ട് വിളംബരം നടത്താൻ പറയും. എന്നിട്ട് അല്ലാഹു തൊട്ടടുത്ത വചനത്തിൽ എന്തുണ്ട്? ആ ഹജ്ജ് എന്തിനാണ്, ഇബ്രാഹിം നബി എന്തിനാ ഹജ്ജിന് വിളംബരം നടത്തിയത്? അതിന് ഒരിക്കത്തരം നൽകിയിട്ടാണ് ഇന്നും ലോകത്തെ ഓരോ വിശ്വാസികളും കഅബയിലേക്ക് മക്കത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു ആ മക്കത്തേക്ക് ഈ വർഷത്തെ ഹജ്ജിനായി പോയിട്ടുള്ള എല്ലാ വിശ്വാസിനികളെ മഖ്ബൂലും മബ്റൂറുമായിട്ടുള്ള ഉംറയും ഹജ്ജും നിർവഹിച്ച ആഫിയത്തോടെ തിരിച്ചു വരാൻ അല്ലാഹു അനുഗ്രഹിക്കണം. ആ ഹജ്ജിന്റെ ലക്ഷ്യങ്ങൾ പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞൊരു കാര്യം, അറിയപ്പെട്ട ദിവസങ്ങളിൽ അള്ളാഹുവിന്റെ നാമത്തെ സ്മരിക്കുവാനും ഓർക്കുവാനുമാണ് അത്ര ഹജ്ജ്. അവിടെ അള്ളാഹു അയ്യാമിൻ മഅലൂമ, അറിയപ്പെട്ട ദിവസങ്ങൾ എന്ന് പറഞ്ഞില്ലേ? അതിന്റെ ഉദ്ദേശം എന്താണ്? ഇബ്നു അബ്ബാസ് പറയുന്നത് അന്നഹ അശ്റ ദിൽഹിജ്ജ, അത് ദുൽഹിജ്ജ 10 ദിവസങ്ങളാണ്. കണ്ടോ?
അപ്പൊ വിശുദ്ധ ഖുർആനിൽ പ്രത്യേകമായി എടുത്തു പറഞ്ഞിരിക്കുന്നു അയ്യാമൻ മഅലൂമ. അത് ദുൽഹജ്ജ് 10 ദിവസങ്ങളാണ്. ഹജ്ജുമായി ചേർത്താണ് ആ 10 ദിവസത്തെ പറഞ്ഞത്. ഇതുപോലെ ഈ നമ്മളിപ്പോ എത്തിപ്പെട്ട ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളുടെ മഹത്വം അറിയണമെങ്കിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഈ ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഒന്നുമില്ല. അത് ഈ വചനം നോക്കാം. മൂസാ നബിക്ക് അള്ളാഹു നൽകിയൊരു വാഗ്ദാനം, അതിൽ നമ്മൾ ഈ എത്തിപ്പെട്ട ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ആ പവിത്രമായ ദിവസങ്ങള് എടുത്തു പറയുന്നുണ്ട്. മൂസാ നബിക്ക് ധ്യാനം നിരന്തരായിരിക്കാൻ പറഞ്ഞ ദിവസങ്ങൾ ഇതാണ്. എന്താണ് നമുക്ക് ആദ്യം ഈ ആയത്ത് ഓതിയിട്ട് നമുക്ക് വിശദീകരിക്കാം. وواعدنا موسى 30 ليلة وأتممناها ب10 فتم ميقات ربه 40 ليلة. وواعدنا موسى മൂസയോട് നാം വാഗ്ദാനം ചെയ്തു 30 ലൈല. എത്രയാണ് 30 ലൈല? 30 രാത്രി. ക്ലിയർ ആയില്ലേ? എന്നിട്ട് അല്ലാഹു പറയാണ് വഅത്മംനാഹാ ബി10. എന്നിട്ട് അതിനെ പൂർത്തീകരിക്കാൻ 10 കൂടി 10 കൊണ്ട് പൂർത്തീകരിച്ചു. അങ്ങനെ ഫതമ്മ മീഖാത്തു റബ്ബിഹി 40 ലൈല. അങ്ങനെ മൂസാ നബി തന്റെ റബ്ബിന്റെ നിശ്ചയം എല്ലാ സമയം 40 പൂർത്തീകരിച്ചു. എന്താ വിഷയം മനസ്സിലായി? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് തൗറാത്ത് നൽകാൻ അള്ളാഹു മൂസാ നബിയോട് നിർദ്ദേശിച്ച ഒരു കാര്യമാണ് ഈ പറയുന്നത്. 30 ദിവസങ്ങളും പിന്നീട് 10 ദിവസങ്ങളും നോമ്പും ആരാധനകളും ധ്യാനങ്ങളുമായി സീനാ മലയിൽ കഴിഞ്ഞുകൂടണമെന്നാണ് അള്ളാഹു നിർദ്ദേശിച്ചത്. അപ്പം തൗറാത്ത് നൽകാൻ അള്ളാഹു വെച്ച വാഗ്ദാനം നിശ്ചയിച്ച സമയമാണത്. അപ്പൊ അതില് ഇവിടെ അള്ളാഹു 30ഉം 40ഉം എന്നാണ്. അങ്ങനെ 30ഉം 10ഉം അങ്ങനെ 40. ഇവിടെ ഇതിന് വിശദീകരിച്ചിട്ടുള്ള വ്യാഖ്യാനങ്ങൾ പറയുന്നത് ചിലരൊക്കെ ഇതിന് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ 30 ദിവസം ഏതാണ്, ഈ പറഞ്ഞ 10 ദിവസം ഏതാണ്? എന്നാൽ അധിക ആൾക്കാർ പറയുന്നത് ഹിയ ദുൽഖഅദ്. ആ 30 എന്ന് അള്ളാഹു പറഞ്ഞതാണ് ദുൽഖഅദ് മാസം. പിന്നെ 40 പൂർത്തീകരിക്കണം അള്ളാഹു 10 പറഞ്ഞു. അപ്പൊ ആ ദുൽഖഅദിനെ തുടർന്ന് വരുന്ന അശ്ർ ദിൽഹിജ്ജയാണ് ബാക്കി 10. ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിനം. അങ്ങനെ 40 പൂർത്തീകരിച്ചു. ദുൽഖഅദ് 30ഉം ദുൽഹിജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസം. വല്ലതും പിടുത്തം കിട്ടും. ഈ ദിവസങ്ങളിൽ ഖുർആനിന് മുമ്പുള്ള വേദമായ തൗറാത്ത് മൂസാ നബിക്ക് ലഭിക്കാൻ വേണ്ടി നൽകാൻ വേണ്ടി അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് അള്ളാഹുവിനോട് സംസാരിച്ച മൂസാ നബി തൂരിസീന മലയിൽ നോമ്പും ധ്യാനങ്ങളുമായി ആരാധിച്ചു കൂടിയ ദിനങ്ങളാണ് നമ്മുടെ മുമ്പിൽ. ആ ഓർമ്മയോടെ വേണം നമ്മൾ ഈ 10 ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാനും ആ ദിവസത്തില് നമ്മുടെ പ്രവർത്തനങ്ങളെ ക്രമീകരിക്കാനും. അതിനൊക്കെ ഉപരി നമുക്ക് ഏറെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഈ ദീനം പൂർത്തീകരിച്ചുകൊണ്ടുള്ള ആയത്തിറങ്ങിയത് ഈ ദുൽഹജ്ജ് 1 മുതൽ 10 കൂടിയ ദിവസത്തിലെ വളരെ പവിത്രമായ നമ്മളൊക്കെ ഏറെ ബഹുമാനിക്കുന്ന ഒരുപാട് ആളുകളെ നരകമോചനം നൽകുന്ന ഒരു ദിവസത്തിലാണ്. നമ്മൾ ദീനം പൂർത്തിയാക്കിക്കൊണ്ടുള്ള ആയത്ത് ഏതാണ്? അൽയൗമ അക്മൽതു ലക്കും. اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. اليوم ഇന്ന് അക്മൽതു ലക്കും നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു നിങ്ങളുടെ ദീനിനെ, ധർമ്മപാതയെ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നു. മാത്രമല്ല വഅത്മംതു അലൈക്കും നിഅമതി, എൻ്റെ അനുഗ്രഹത്തെ നിങ്ങളുടെ മേൽ പൂർണ്ണമാക്കി തന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, നിങ്ങളുടെ മതമായിട്ട് ഇസ്ലാമിനെ ഞാൻ തൃപ്തിപ്പെട്ട് നിങ്ങൾക്ക് നൽകുകയും ചെയ്തു. അപ്പൊ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ-യൗം എന്ന് പറഞ്ഞില്ലേ, ഇവിടെ അൽ-യൗം എന്ന് നിങ്ങളുടെ മതത്തെ ഇസ്ലാമിനെ പൂർത്തീകരിച്ചു തന്നു എന്ന് പറഞ്ഞു. ഇത് ഏതാ ദിവസം? അൽ-യൗം, ഇന്ന് പൂർത്തീകരിച്ചു. നമുക്ക് നോക്കാം
ഈ ആയത്തിന്റെ മഹത്വം വല്ല പിടുത്തം കിട്ടി. ജൂതന്മാർക്ക് നബിന്റെ കാലത്തെ സംശുദ്ധരായ ഇഖ്ലാസുള്ള ജൂതന്മാർക്ക് ഇതിന്റെ മഹത്വം അറിയാം. അതിന്റെ ഒരു ഉദാഹരണമാണ് ഇമാം ബുഖാരി ഉദ്ധരിച്ചൊരു ഹദീസിന്റെ നിയോജനത്തിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അടുത്ത് വന്നിട്ട് ഒരു ജൂതൻ പറഞ്ഞു, അന്റെ റജുലൻ മിനൽ യഹൂദി, ജൂതന്മാരിൽപ്പെട്ട ഒരാള് ഉമറിനോട് വന്ന് പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ, അല്ലയോ സത്യവിശ്വാസികളുടെ നേതാവേ, ആയത്തും ഫീ കിതാബിക്കും തഖറഊനഹ, നിങ്ങൾ നിങ്ങളുടെ വേദത്തിൽ നിങ്ങളുടെ കിതാബിൽ ഒരായത്ത് നിങ്ങൾ പാരായണം ചെയ്യുന്ന ആ ആയത്ത് ലൗ അലൈന മഅശറൽ യഹൂദി നസല, ജൂത സമൂഹത്തിലേക്കാണ് ആ ആയത്ത് ഇറങ്ങിയിട്ടുള്ളതെങ്കിൽ ലത്തഖദ്നാ ദാലിക്കൽ യൗമ ഐദ, ഞങ്ങൾ എന്ത് ചെയ്യും, ആ ദിവസത്തെ ഒരു ആഘോഷ ദിവസമാക്കും. അപ്പൊ ഉമർ റളിയല്ലാഹു ചോദിച്ചു, അയ്യോ ആയ, ഏത് ദിവസമാണത്? അപ്പൊ ആ ജൂതൻ ഓതി കൊടുക്കണ ആയത്ത് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. കാരണം ദീന് പൂർത്തിയായി. മൂസാ നബിയുടെ കാലഘട്ടത്തിൽ ദീനില്ല, ദീന് പൂർത്തിയായിട്ട് ആദം നബി മുതൽ ഇസ്ലാം ദീനാണ് അള്ളാഹു ഇറക്കിക്കൊണ്ടിരുന്നത്. അത് പൂർത്തീകരിക്കാനാണ് ആരെ തെരഞ്ഞെടുത്തത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെരഞ്ഞെടുത്തു. ആ മുഹമ്മദ് നബിക്ക് ഒരു റമദാനിലെ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ ഈ ഇസ്ലാമിക നിയമങ്ങൾ ഇറങ്ങാൻ തുടങ്ങി. അത് പൂർത്തീകരിച്ച ദിവസമാണ് ഏത്? അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി. ദീൻ പൂർത്തിയായി. അപ്പൊ ജൂതന് ആയത്ത് ഓതിക്കൊടുത്തു. അപ്പൊ ഉമർ റളിയല്ലാഹു പറയുന്നുണ്ട്, ഖദ് അറഫ്നാ ദാലിക്കൽ യൗം, ആ ദിവസം ഏതാണെന്ന് ഞങ്ങൾക്ക് അറിയാം. വമകാന അല്ലദീ നസലത് ഫീഹി അലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏത് ദിവസത്തിൽ ഏത് സ്ഥലത്താണ് ഈ ദീന് പൂർത്തിയായി എന്ന ആയത്ത് ഇറങ്ങിയത് ഞങ്ങൾക്ക് നന്നായി അറിയാം. ഏത് ദിവസം? വഹുവ ഖായിമുൻ, അത് നബി നിൽക്കുകയായി. ബിഅറഫ, നബിയുടെ ആദ്യത്തേതും അവസാനത്തേതുമായ ഹജ്ജിൽ അറഫയിൽ നിൽക്കുകയും അതൊരു യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസമായി. അപ്പൊ അല്ലാഹു നമ്മുടെ ദീന് പൂർത്തിയാക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത ദിവസമാണ് ഈ ദുൽഹജ്ജ് 1 മുതൽ 10 കൂടിയ ദിവസം. നമ്മുടെ ഇത് ഒരു ജൂതൻ ഈ ആയത്തിനെ കുറിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയുന്നത് ഇതേ കാര്യം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയുന്നത്, ഞങ്ങളിലേക്കാണ് ഈ ആയത്ത് ഇറങ്ങിയതെങ്കിൽ, ഈ ഞങ്ങളുടെ കാലഘട്ടത്തിൽ മൂസാ നബിയുടെ കാലഘട്ടത്താണ്, തൗറാത്തിലാണ് ദീന് പൂർത്തിയായി എന്ന ആയത്ത് ഇറങ്ങുന്നതെങ്കിൽ ഞങ്ങൾ അതൊരു ആഘോഷ ദിവസമാക്കുമായിരുന്നു. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അതിന് മറുപടി കൊടുത്താൽ അറിയോ, ഇന്നഹാ നസലത് ഫീ ഐദൈനി ഇത്തഫഖാ ഫീ യൗമിൻ വാഹിദ്. ആ ആയത്ത് ഇറങ്ങിയത് ഏതായത്ത്? അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്നുള്ള ആയത്ത്, മതം പൂർത്തിയായി, ദീന് പൂർത്തിയായി എന്ന ആയത്ത് ഇറങ്ങിയത് 2 മുസ്ലിങ്ങളുടെ ആരാധനകൾ കൊണ്ടുള്ള ആഘോഷ ദിവസങ്ങൾ ഒരു ദിവസത്തിൽ ഒരുമിച്ച് വന്നപ്പോഴാണ്. ഇവിടെ പറഞ്ഞ വാക്കുണ്ടോ? ഏതാണ്? ഐദൈനി എന്നാണ്. ഐദ് ഒരു ഈദ് ആഘോഷം, ഐദൈനി 2 ആഘോഷം. നമ്മുടെ ഇത്തഫഖ, ആ 2 ആഘോഷം ഒരുമിച്ച് വന്നു. എവിടെ? യൗമിൻ വാഹിദ്, ഒറ്റ ദിവസം. പെരുന്നാളും വെള്ളിയാഴ്ച ഒരുമിച്ച് വരും. നബിന്റെ ആദ്യത്തതും അവസാനത്തതുമായ ഹജ്ജിൽ അറഫയും വെള്ളിയാഴ്ച ഒപ്പമാണ്. അതാണ് അദ്ദേഹം പറയുന്നത്. ഇബ്നു അബ്ബാസ് പറയുന്നത് യൗമുൽ ജുമുഅ വാഫഖ ദാലിക യൗമ അറഫ, അതൊരു വെള്ളിയാഴ്ച ദിവസമാണ്. ആ വെള്ളിയാഴ്ച ദിവസം അറഫയുമായി ചേർന്ന് വന്നു. അപ്പൊ നബി അറഫയിൽ നിൽക്കുമ്പോൾ അതൊരു വെള്ളിയാഴ്ച. നമുക്ക് വെള്ളിയാഴ്ച അള്ളാഹുവിനെ ആരാധിക്കുന്ന ആഘോഷ ദിവസമാണ്. അറഫയും നമ്മുടെ ആരാധനകൾ കൊണ്ട് അള്ളാഹു അഭിമാനം കൊള്ളുന്ന സമയമാണ്. അറഫയിലെ ഹാജിമാരെ നോക്കിയിട്ട് ഒരുപാട് ആളുകൾക്ക് നരകമോചനം കൊടുക്കുന്ന ദിവസമാണ്. അപ്പൊ നമ്മുടെ ശരിക്ക് ആ ആയത്തിറങ്ങിയ ദിവസത്തെ ജൂതന്മാരെ പറയുന്നത് ഞങ്ങൾ ആഘോഷ ദിവസമാക്കുന്നു. അത്രക്ക് മഹത്വപൂർണ്ണ. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക, ഇവിടെ ശരിക്ക് ഒരു റമദാനിലെ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഈ ഇസ്ലാം ദീൻ ഇറങ്ങാൻ തുടങ്ങി. എന്നിട്ട് അള്ളാഹു ആ ഇസ്ലാം ദീനെ പൂർത്തീകരിക്കാൻ തെരഞ്ഞെടുത്ത ദിവസങ്ങളുടെ കൂടെ ഈ ദുൽഹജ്ജിലെ 1 മുതൽ 10 കൂടിയ ദിവസങ്ങളിൽ ആ ദീനങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി തന്നു. അതല്ലേ ഏറ്റവും വലിയ അനുഗ്രഹം. അതിനൊരു അനുയായിക്കാൻ പറ്റിയില്ല. ഇപ്പൊ നമ്മുടെ ദീന് പൂർത്തിയായതുകൊണ്ട് സ്വർഗത്തിലേക്ക് വേണ്ട വളരെ ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ കാര്യങ്ങൾ വരെ
മുഹമ്മദ് നബിയുടെ അള്ളാഹ് പൂർത്തീകരിച്ച് തന്നത് ഈ ദിനങ്ങളിലാണ്. അതിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആ ദിവസങ്ങളിൽ നമ്മൾ പ്രവർത്തിക്കാൻ. അതിന്റെ മഹത്വം മനസ്സിലാക്കി വേറൊന്നും വേണ്ട. ഈ ഒരു നിബിവചനം മാത്രം നമ്മൾ പരിശോധിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ അഫ്ളലു അയ്യാമി ദുനിയ. നബി പറയണേ അഫ്ളലു അയ്യാമി ദുനിയ, ദുനിയാവിലെ മൊത്തം ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം അയ്യാമുൽ അശർ, 10 ദിവസങ്ങൾ എന്ന് വെച്ചാൽ യാനി അശർ ദുൽഹിജ്ജ, ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. നബി പറഞ്ഞ വാക്കെന്താ? ഇപ്പൊ നമ്മളുള്ള ദുൽഹിജ്ജ 1 മുതൽ 10-ാം തീയതി വരെ, ബലിപെരുന്നാളിന്റെ ദിവസം വരെ എന്താ പറഞ്ഞ വാക്ക്? നമ്മുടെ ദുനിയാവിൽ പോകുന്ന ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം, അതിനേക്കാളും ശ്രേഷ്ഠമായ ഒരു ദിവസം ഇനിയില്ല. ഇത് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ നമ്മൾ പഠിപ്പിച്ചൊരു കാര്യം. അത് നമ്മൾ ചോദിക്കും, റമദാനിന്റെ അവസാനത്തെ 10 എന്താ അവിടെ പറഞ്ഞത്? ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ. അപ്പൊ നമ്മുടെ മനസ്സിൽ സംശയം ഉണ്ടാവും, അപ്പൊ റമദാനിലെ അവസാനത്തെ 10 ശരിക്കും പഠിക്കുക. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അത്തരം ഒരു സംശയത്തിന് മറുപടി തരുന്നില്ലെങ്കിൽ ആ സംശയം ഇല്ലാതാക്കണം. ഇവിടെ അദ്ദേഹം പഠിപ്പിക്കുകയാണ്, ഇന്ന അയ്യാമി അശ്റ ദിൽഹിജ്ജ അഫ്ളലു മിൻ അയ്യാമിൽ അശ്റിൽ അവാഖിരി മിൻ റമദാൻ. ശരിക്കും അദ്ദേഹം പറയുന്നുണ്ട്, ശരിക്കും വായിക്കാം, റമദാനിലെ അവസാനത്തെ 10 പകലുകളേക്കാൾ, റമദാനിലെ അവസാനത്തെ 10 അതിലെ പകല് അതിനേക്കാൾ ശ്രേഷ്ഠമാണ് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 1 മുതൽ 10 വരെയുള്ള പകല്. എന്നാൽ നമ്മൾ ശരിക്കും കേൾക്കണമെങ്കിൽ അതിന്റെ മറുവശം, എന്നാൽ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 രാത്രികളേക്കാൾ, ദുൽഹിജ്ജ മാസത്തിലെ 1 മുതൽ 10 വരെയുള്ള രാത്രിയിലെ ആ രാത്രിയേക്കാൾ ശ്രേഷ്ഠമാണ് റമദാനിലെ അവസാനത്തെ 10 രാത്രിയിലെ ആ രാത്രിയാണ് ഏറ്റവും ശ്രേഷ്ഠം. എന്താ പറഞ്ഞത് മനസ്സിലായി? എന്താണ്? ഇപ്പൊ പകലുകളിൽ ഏറ്റവും ശ്രേഷ്ഠം, നമ്മുടെ 365 ദിവസം കൂട്ടുകയാണെങ്കിൽ ആ 365 ദിവസത്തിലെ പകലുകളിൽ ഏറ്റവും ശ്രേഷ്ഠം അശ്റുൽ അവാഖിർ മിൻ ദുൽഹിജ്ജ, ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള പകലാണ്. എന്തായിരിക്കും അതിന്റെ കാരണം? എന്റെ കൂട്ടരെ ഹജ്ജിന്റെ മർമ്മം, ഹൃദയം, ഹാർട്ട് എന്ന് പറയുന്നത് അറഫയാണ്. ആ അറഫയുടെ പകലുള്ളത് ദുൽഹിജ്ജിലെ 9-ാം തീയതി, ആ 1 മുതൽ 10 കൂടിയ ദിവസത്തിലാണ്. പിന്നെ അള്ളാഹുവിന്റെ അടുക്കൽ ഇഷ്ടപ്പെട്ട മഹനീയമായ ദിവസമാണ് യൗമുൻ നഹർ, ബലിയുടെ ദിവസം. ആ ബലിയുടെ ദിവസം പകൽ എവിടെ വരുന്നത്? ഈ 10-ലാണ്. ഇനി രാത്രികളിൽ ശ്രേഷ്ഠം, നമ്മൾ ശരിക്കും കേൾക്കാം, രാത്രികളിൽ ശ്രേഷ്ഠം അശ്റുൽ അവാഖിർ മിൻ റമദാൻ, റമദാനിലെ അവസാനത്തെ 10 രാത്രിയിലെ ആ 10 രാത്രിക്കാണ് ഏറ്റവും ശ്രേഷ്ഠം. എന്തുകൊണ്ടാണത്? ആ ലൈലത്തുൽ ഖദർ ഒളിഞ്ഞിരിക്കുന്നത് കൂടുതൽ സാധ്യത റമദാനിന്റെ അവസാനത്തെ 10 ഒരു രാവിലെ. അപ്പൊ ശരിക്കും എന്താണ് നമ്മളെ ഈ കാര്യം അറിയിക്കുന്നത്? റമദാനിലെ അവസാനത്തെ 10 നമ്മൾ എങ്ങനെ ആരാധനകളിൽ സൽക്കാരങ്ങളിൽ സജീവമായോ അതുപോലെ സജീവമാകേണ്ട ദിവസമാണ് ഏത്? ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ. അള്ളാഹുവിന്റെ ഇഷ്ടം നിങ്ങൾക്ക് കിട്ടണമെന്നുള്ളവർ മാത്രം പണിയെടുത്താൽ മതി. നിങ്ങൾ മാത്രമല്ലോ അള്ളാഹുവിന്റെ ഇഷ്ടവും പൊരുത്തവും എമ്പാടും സമ്പാദിക്കാത്ത ഒരു അവസരം ഇത് പാഴാക്കല്ലേ. പറയുന്നുണ്ട്, ആ ഹദീസിന്റെ അർത്ഥം താഴെ എഴുതിയിട്ടുണ്ട്, വായിക്കാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹ് ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ, യാനി അശ്ർ ദുൽഹിജ്ജ. എന്താ ഇതിന്റെ അർത്ഥം? ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളേക്കാൾ, എന്ന് വെച്ചാൽ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളേക്കാൾ അള്ളാഹുവിന് സൽക്കർമ്മങ്ങൾ ഇഷ്ടമുള്ള മറ്റു ഒരു ദിനങ്ങളുമില്ല. മറ്റു ദിവസങ്ങളിൽ
നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ അള്ളാഹ്ക്ക് ഇഷ്ടം തന്നെയാണ്. പക്ഷേ ഒരു പൊടിക്ക് നമ്മൾ സൽക്കർമ്മം ചെയ്യുമ്പോൾ ഏത് ദിവസങ്ങളിലുള്ള സൽക്കർമ്മങ്ങൾ അള്ളാഹ്ക്ക് ഇഷ്ടം? ഈ ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള സൽക്കർമ്മം അള്ളാഹ്ക്ക് അങ്ങേയറ്റം ഇഷ്ടമാണ്. ഒന്നുകൂടി മനസ്സിലാക്കി ഇതിന്റെ അർത്ഥം, മറ്റേത് ദിവസങ്ങളിലെ കർമ്മങ്ങളെക്കാളും അള്ളാഹുവിന് ഇഷ്ടം ഈ ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിലെ സൽക്കർമ്മങ്ങളാണ്. മറ്റേത് ദിവസങ്ങളെക്കാളും അള്ളാഹ്ക്ക് ഏറെ പ്രിയപ്പെട്ടത് ഈ ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസത്തിലെ സൽക്കർമ്മങ്ങളാണ്. അപ്പൊ എന്ത് ചെയ്യണം നമ്മൾ? മനസ്സിലായി? ഈ ഹദീസിൽ എന്താ പഠിക്കേണ്ട പാഠം? 1 മുതൽ 10 വരെയുള്ള ദുൽഹജ്ജ് മാസത്തിലെ ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ചെറുതും വലുതുമായ സൽക്കർമ്മങ്ങൾക്ക് അള്ളാഹ്ക്ക് എന്താണ്? ഏറെ അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹ്ക്ക് അങ്ങേയറ്റം ഇഷ്ടമാണ്. അപ്പൊ ഈ മാസത്തിൽ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യാണ്ട് കച്ചവടമൊക്കെ ആയിട്ട് അങ്ങനെ കൂടി അള്ളാഹ്ക്ക് ഈ സമയത്ത് ചെയ്യുന്ന സൽക്കർമ്മം ഭയങ്കര ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് എനിക്കത് വേണ്ട. എന്ത് വേണ്ട? എന്ത് വേണ്ട? അള്ളാഹ്ക്ക് പൊരുത്തം വേണ്ട. എന്ന് ആഗ്രഹം നമുക്ക് തോന്നിയ പോലെ ജീവിക്കാം. അള്ളാഹുവിന്റെ പൊരുത്തമാണ് ഏറ്റവും വലുതെങ്കിൽ ദുനിയാവിനേക്കാളും കച്ചവടത്തെക്കാളും കുടുംബത്തെക്കാളും മറ്റെന്തിനേക്കാളും അള്ളാഹുവിന്റെ ഇഷ്ടമാണ് വലുതെങ്കിൽ ഈ 10 ദിവസത്തിലെ കർമ്മങ്ങളൊന്ന് നമ്മൾ ആ ഉന്നതമായ തലത്തിലേക്ക് അള്ളാഹ് എത്തിച്ചു തരും. ഒന്ന് സജീവമായി കൂടെ അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി മത്സരിക്കുന്നവരാണെങ്കിൽ, നന്മയിൽ മത്സരിക്കുകയും മുൻകടക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ മത്സരിക്കേണ്ട ദിവസങ്ങളാണ് ഏത്? ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ. വെറുതെ പാഴാക്കണം. ഇതൊരു അവസരം. നമ്മൾ പലപ്പോഴും അള്ളാഹുവിനെ ഒരു അവസരം വെച്ചിട്ട് ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കണം. ഇപ്പൊ നമ്മുടെ മുമ്പിൽ എത്ര അവസരം അന്ന് വെച്ചു തന്നു? റമദാൻ കഴിഞ്ഞപ്പോഴോ തീർന്നു. 5 വഖ്ത് ജമാഅത്ത്, 27 ഇരട്ടിയാണ്. ഒരു ഖുർആനിലെ ഓരോ അക്ഷരം ഓതുമ്പോൾ 10 മുതൽ 700 ഇരട്ടി വരെ. സ്വതക്കൊക്കെ അതുപോലെ തന്നെ. തിങ്കളും വ്യാഴവും നോമ്പ് അവസരമാണ്. എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ച നോമ്പ്. ഇനി അതൊക്കെ കഴിഞ്ഞ് അള്ളാഹ് ഇങ്ങനെ ആയുസ് നീട്ടിക്കൊണ്ടപ്പോ നമ്മൾ എവിടെ എത്തിച്ചു? നമ്മളിപ്പോ എന്താ പറഞ്ഞ? ദുനിയാവിലെ ദിവസങ്ങളിൽ പകലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായി ദുൽഹജ്ജിലെ 1 മുതൽ 10 വരെയുള്ള പകലുകൾ. റമദാനിന് പോലും ആ ശ്രേഷ്ഠതല്ല. ആലോചിക്കേണ്ട വിഷയം. നമ്മുടെ മുന്നിൽ അള്ളാഹു അവസരം വയ്ക്കും, അത് ഉപയോഗപ്പെടുത്താം. നമ്മൾ ഒന്നും നിസ്സാരമായി കാണരുത്. അപ്പൊ നോക്കണേ, നമ്മളൊക്കെ വളരെ നിസ്സാരമായി തോന്നിയ ഒരു കാര്യം, ഒരവസരം, നന്മ ചെയ്യാനുള്ള ഒരു അവസരം ഒരാൾക്ക് അള്ളാഹു വെച്ചു കൊടുത്തു. അയാളത് ഉപയോഗപ്പെടുത്തി. അയാൾക്ക് അള്ളാഹുവിന്റെ തൃപ്തി കിട്ടി, സ്വർഗവും കിട്ടി. ഏതാണ് ആ നിസ്സാരമായ കാര്യം? ഇമാം ബുഖാരി ഉദ്ധരിച്ചൊരു, ഇമാം മുസ്ലിമിന്റെ റിവായത്തുണ്ട്, മുത്തഫഖുൻ അലൈഹി ഒരു ഹദീസാണ്. അബൂ ഹുറൈറ പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൈനമാ റജുലുൻ യംശി ബിത്വരീഖ്, ഒരാൾ ഇങ്ങനെ വഴിയിൽ കൂടെ നടന്നു പോവുകയാണ്. നമ്മുടെയൊക്കെ പോലെ ഇങ്ങനെ പോകില്ലേ, അതുപോലെ അയാൾ പോവുകയാണ്. അപ്പൊ അയാൾ വഴിയിൽ എന്തുണ്ട്? വജദ ഹുസ്ന ശൗക്കിൻ അല ത്വരീഖി, വഴിയിൽ ഒരു മുള്ളിന്റെ കൊമ്പ് കണ്ടു. മുള്ളിന്റെ അത് ഒന്നില്ലെങ്കിൽ മുകളിലാണെങ്കിൽ ആളുകളുടെ മുഖത്തോ കാലിലോ കണ്ടു. ഇനി ആ മുള്ള താഴെയാണെങ്കിൽ ചിലപ്പോ കാലിലില്ല. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു? അതെടുത്തിട്ട് അത് മാറ്റി. അങ്ങനെ ആ വഴിക്ക് വരുന്ന ആളുകൾക്ക് ഉണ്ടാകാവുന്ന ഉപദ്രവത്തെ നീക്കം ചെയ്യും. ആ ചെറിയൊരു നിസാര നന്മ ചെയ്തപ്പോ അള്ളാഹു അയാളോട് നന്ദി കാണിച്ചു. അള്ളാഹു അയാളോട് നന്ദി കാണിച്ചു. അള്ളാഹു അയാളുടെ പാപങ്ങൾ പുറത്തു കൊടുക്കും. അള്ളാഹു അയാളോട് നന്ദി കാണിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ മനസ്സിലായി? എന്താ അതിന്റെ അർത്ഥം? അള്ളാഹു അയാളെ പുകഴ്ത്തി സംസാരിച്ചു എന്നതിന്റെ അർത്ഥം. മലക്കുകളോട് അള്ളാഹു അയാളുടെ പാപം കൊടുത്തു. പാപം കൊടുത്തു കിട്ടിയ പിന്നെ അള്ളാഹിന്റെ റഹ്മത്തിന് ഒരു അർഹത. നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മളൊക്കെ എന്ത് ചെയ്യും? നമ്മളൊക്കെ വലിയ ആലോചിക്കേണ്ട വിഷയം തരും. അപ്പൊ ഈ വഴിയില് ചെറിയൊരു പിച്ചിലോ മുള്ളോ അല്ലെങ്കിൽ ചെറിയ നമ്മൾ അതൊരു നിസ്സാരമായ നന്മയാണ്. ഇത് ഈമാനിന്റെ ഏറ്റവും താഴ്ന്ന ഭാഗമാണ്. ഇത് വഴിയിൽ നിന്ന് ഉപദ്രവം നിൽക്കുക. നമ്മളൊക്കെ വളരെ നിസ്സാരമായി കാണുന്ന ഒരു നന്മ ചെയ്തപ്പോഴാണ് അള്ളാഹിന്റെ പൊരുത്തം ആർക്ക് കിട്ടിയത്? അയാൾക്ക് കിട്ടിയത്. അതൊരു അവസരം വെച്ചു കൊടുത്തു. അയാളത് ചെയ്തില്ലെങ്കിലോ ആ അവസരം അയാൾ നഷ്ടപ്പെടുന്നു.
ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യരുത്, അള്ളാഹു വെച്ച് തരുമ്പോ ആ അവസരം നഷ്ടപ്പെടുത്തരുത്. നമ്മൾ ആലോചിച്ചൊക്കെ നമ്മളൊക്കെ വലിയ പ്രവർത്തനങ്ങൾ ചെയ്ത് ഭയങ്കര ഖുർആൻ അവിടെ തീർത്തു, ഇവിടെ തീർത്തു, അത്ര തീർത്തു, ഹജ്ജ് ചെയ്തു, ഇതൊക്കെ ചെയ്യും. അള്ളാഹു ഇയാൾക്ക് പൊരുത്തം കൊടുക്കണോ വേണ്ടത് പെൻഡിങ്ങിൽ ഇട്ടുകയും ഇങ്ങനെ നോക്കണം. അങ്ങനെ അവസരം അള്ളാഹു ഇതുപോലെ ചെറിയ നിസാര ഒരു നന്മയുടെ അവസരം വെച്ചു കൊടുത്തു എന്ന് വിചാരിക്കാം. അള്ളാഹു മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ടാവും അതും കൂടി ചെയ്താൽ അള്ളാഹു തൃപ്തിപ്പെടുക, അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കാൻ തീരുമാനിച്ച അല്ലെങ്കിൽ ആലോചിച്ചിരിക്കുമ്പോ അയാള് ഇനി വേറെ നന്മ ചെയ്യാൻ എന്ന് പറഞ്ഞ് അത് ചെയ്യാതിരുന്നാലോ, ചിലപ്പോ ആ ഒരൊറ്റ കാരണം കൂടെ അള്ളാഹ് അയാളുടെ ദേഷ്യം വന്നാലോ തീർന്നില്ലേ? അന്തിയോളം വെള്ളം കോരിയിട്ട് അന്തിക്ക് കലോടച്ച പോലെ. നമ്മൾ ശരിക്കും ആലോചിക്കാം, അയാൾക്ക് അള്ളാഹു ഒരു അവസരം വെച്ച് കൊടുത്തു. ചില്ലറ ഒരു നന്മയില്ല, അയാൾക്ക് ചെറിയ ചെറിയ ഒരു കാര്യത്തിലൂടെ വലിയ നേട്ടമാണ് കിട്ടിയത്. ചെറിയ അതാണ് ഒരു ഇസ്ലാമിൽ അള്ളാഹു റസൂൽ പഠിപ്പിച്ച ഏത് നന്മകൾ എന്ത് ചെയ്യരുത്, നിസ്സാരമായി കാണണ്ടാവും. നമ്മൾ നിസ്സാരത കരുതി അള്ളാഹുടെ അടുക്കല് വളരെ ഗൗരവമുള്ള കാര്യമായിരിക്കും. നമ്മുടെ നമ്മളൊക്കെ കരുതി നിസ്സാരമായ നന്മ അള്ളാഹു വലിയ കാര്യമൊക്കെ എടുത്തു. ഇത് നമ്മളൊക്കെ നിസ്സാരമായി കാണുന്ന ഒരു ചെറിയ നന്മയെ അള്ളാഹു വളരെ ഗൗരവത്തിൽ എടുക്കുകയും അതുകൊണ്ടാണ് അള്ളാഹു അയാളെ പുകഴ്ത്തി സംസാരിച്ചത്. അതുകൊണ്ടാണ് അള്ളാഹു അയാൾക്ക് പാപം പുറത്തു കൊടുത്തത്. അയാൾ അള്ളാഹു അയാളുടെ മുമ്പിൽ വെച്ച അവസരം ചെയ്തു, നന്നായി ഉപയോഗപ്പെടുത്തി. നമ്മളോ ബിരിയാണി തിന്നാൻ, നല്ല അടിപൊളി ബിരിയാണി ഫ്രീ ആയിട്ട് തിന്നാൻ അവസരം പഴക്കോ ഇല്ലല്ലോ. ദുനിയാവിലൊരു ഒരു മണിക്കൂറിൽ 2 ലക്ഷം രൂപ സമ്പാദിക്കുന്ന അവസരം വന്നത് ചെയ്യും. ഒരു മണിക്കൂറിൽ എത്ര ലക്ഷം? 2 ലക്ഷം കൊണ്ട് ചെയ്യും. രാത്രി 2 മണി മുതൽ 3 മണി എന്ത് ചെയ്യും? ഉറങ്ങോ? ഉറക്കം വെച്ച് പണിയെടുക്കും. അപ്പൊ എന്തേ 2 മണി 3 മണി ഖിയാമുൽ പ്രാധാന്യം നൽകാത്തത്? 2 ലക്ഷത്തിന് പ്രതിഫലം തരിക. അതാണ് അള്ളാഹു അവസരം വെച്ച് നമ്മൾ പാഴാക്കരുത്. അതല്ല അർത്ഥം. അള്ളാഹ് ഈ സമയങ്ങൾ വെച്ച് തന്ന ഒരു അവസരമാണ്, നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾ ആലോചിച്ചോക്കണേ, ഈ ദിവസങ്ങളുടെ പ്രത്യേകത അറിയണ്ടേ? ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ഒരു വിശ്വാസം ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾക്ക് അള്ളാഹു പ്രതിഫലം നിശ്ചയിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ഒരു വിഭജനത്തിന് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാൾ ശ്രേഷ്ഠമാണ് ഒരു വിഭജനം. വലൽ ജിഹാദ് അത്ഭുതത്തോടെ സ്വാഗതം ചോദിച്ചു, ജിഹാദിനും ഇത്ര പ്രതിഫലല്ലേ? അവര് പറഞ്ഞു വലൽ ജിഹാദ്, ജിഹാദിന് ഇത്ര പ്രതിഫലമില്ല. ഒരാളൊഴികെ അയാളുടെ സ്വത്തും ശരീരമൊക്കെ ആയിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിന് ജിഹാദിനാണ്. ഇവിടെ അയാൾ രക്തസാക്ഷിയായി അയാൾ ഒഴികെ. ആലോചിച്ചു, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നൊരു പ്രതിഫലം എത്ര? അതിനേക്കാളും പുണ്യവും പ്രതിഫലവും നമുക്ക് കിട്ടാൻ പറ്റിയ ദിവസങ്ങളാണ്. അത്രയും പുണ്യമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഈ റമദാൻ, ഈ ദുൽഹജ്ജിലെ 1 മുതൽ 10 കൂടിയ ദിവസങ്ങളൊന്നും സജീവാകാം. നമ്മൾ ആലോചിച്ചൊക്കെ ഹജ്ജിന്റെ ദിനങ്ങളാണെന്നൊക്കെ അല്ലേ? ഈ ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്താ? എന്തൊരു പ്രത്യേകത? ഹജ്ജിന്റെ ഏകദേശം 70-75% കർമ്മങ്ങളും 1 മുതൽ 10 കൂടിയ ദിവസങ്ങൾക്കുള്ളിൽ തീരും. ഇത്രയും പ്രാധാന്യം. നമുക്കൊന്ന് ഇപ്പോ ഹജ്ജ് തുടങ്ങുന്നതാണ്. ദുൽഹജ്ജ് 1 മുതൽ 10 കൂടിയ ദിവസത്തിനുള്ളിൽ ഹജ്ജിന്റെ 75-80% കർമ്മങ്ങൾ തീരും. അതിപ്പോ നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഹജ്ജ് എന്നാ തുടങ്ങാൻ നമ്മൾ പോകാത്തോണ്ട് അന്ന് നോക്കണ്ട, അതല്ലേ? അതാണ് ദുൽഹജ്ജ് 8-ാം തീയതിയാണ് തുടങ്ങുന്നത്. മിന, ഇതാണ് മിന. അന്ന് യോമു തർവിയ. എന്താ യോമു തർവിയ? പണ്ട് നബിന്റെ കാലത്ത് ഒട്ടകത്തിനും മറ്റൊക്കെ എന്ത് ചെയ്യാൻ ഉംറക്ക് ഹജ്ജിന് വരും. പിറ്റേ ദിവസം 9-ാം തീയതി ഹജ്ജിന്റെ ഏറ്റവും മർമ്മമായ പ്രധാനപ്പെട്ട അറഫ നടക്കാൻ പോകും. ഇതിലും ചൂടാണ്. ഒരുപാട് ഇന്നത്തെ പോലെയൊന്നുമല്ല. ഇന്ന് ടെന്റ് ഉണ്ട്, AC ടെന്റ് ഉണ്ട്, വൃക്ഷങ്ങളുണ്ട്, ചെറിയ തണുപ്പ് കിട്ടാൻ വേണ്ടി ജലം സ്പ്രേ ചെയ്യുന്ന സംവിധാനങ്ങളൊക്കെ അതൊന്നുമില്ല. അപ്പോ ഈ മിനയിൽ അത് ഹജ്ജിന്റെ തുടക്കം അവിടെ ഉണ്ട്. മിന അന്ന് ആരാധിച്ചും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചോടെ കഴിയണം. മിനയിൽ എങ്ങനെയാണ് ആരാധന? അവിടെ നമുക്ക് AC ടെന്റ് ഉണ്ടാവും,
എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. നമുക്ക് ബെഡ് സ്പേസ് ഉണ്ടാവും, ഒരു ബെഡ് കിട്ടും. നമ്മൾ അള്ളാഹുവിനോട് ദിക്റും ദുആയും ആരാധിച്ച് അവിടെ കഴിയാം. മിനിയിൽ ആ രാത്രി അവിടെ കഴിയാം. അപ്പൊ അവിടുത്തെ നിയമം അതാത് വഖത്തില് നമസ്കരിക്കും, അതാത് വഖത്തില് നമസ്കരിക്കും. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് 4 റക്അത്തിൽ 2 റക്അത്താക്കി ചുരുക്കുക. കസ്റുകൾ ജംഅല്ല, കൂട്ടലില്ല. ഓരോ വഖത്ത് അതിന്റെ സമയത്ത് 4 റക്അത്തുള്ളത് 2 റക്അത്താക്കി. അപ്പൊ ആ 2 ജമാഅത്ത് ഉണ്ടാവും, അതിന്റെ കൂടെ കൂടെ ക്ലാസ്സുകൾ ഉണ്ടാവും, ദിക്റുകൾ, ദുആകൾ. അപ്പൊ യൗമു തർവിയാണ് പേര് വരാനുള്ള കാരണം, അപ്പൊ ഈ ഒട്ടകത്തിലൊക്കെ ഹജ്ജിന് വരുന്ന കാലഘട്ടത്തിൽ അറഫയ്ക്ക് വേണ്ടിയിട്ട് ഒട്ടകങ്ങൾക്കും അവരുടെ ആടുകൾക്കൊക്കെ എന്ത് ചെയ്യും? വെള്ളം കൊടുത്ത് തയ്യാറാക്കുന്ന ദിവസം. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് യൗമു തർവിയാണ് പേര് കിട്ടിയത്. അപ്പോ ഹജ്ജിന്റെ തുടക്കം ഈ ദുൽഹജ്ജ് 10-ലെ 8-ലാണ് തുടങ്ങുന്നത്. നമുക്ക് നാം മീനൊന്നും ഇങ്ങനെ കണ്ടു വന്നാലോ അല്ലേ? ചില പോകാൻ പറ്റില്ല. പക്ഷെ അവസരം ഇത് പറയുന്നത് എന്തിനാണെന്ന് ഈ ഹജ്ജ് പൂർത്തിയാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ നിങ്ങൾ ഇഹ്റാമൊക്കെ കെട്ടി മിനയിലാണ് മനസ്സിലാക്കുന്നത്. എന്നിട്ട് ആ മീന കാലിയായ സമയത്ത് ഇത് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സ് എവിടെ പോട്ടെ, മിനയിലൊക്കെ അള്ളാഹുവിനെ ആരാധിച്ച് മനസ്സിലിങ്ങനെ ഇരിക്കുകയാണ്. ഇത് മിന ശരിക്ക് തണ്ടുകളുടെ ഒരു പാൽക്കടലാണ്. സൗദി ഗവൺമെന്റിന് ഒരിക്കൽ വേൾഡ് അവാർഡ് കിട്ടിയത് ഇതിനായിരുന്നു. ഇതിനെ കുറഞ്ഞ സ്ഥലത്ത് അധികം മനുഷ്യന്മാർക്ക് ഹൈ ഫെസിലിറ്റി ഒരുക്കിയെന്നാണ്. ചെറുതല്ല, AC സൗകര്യങ്ങൾ എല്ലാം ഒന്നിനും കുറവില്ല. ആംബുലൻസുകൾ, ഹോസ്പിറ്റലുകൾ, രോഗികൾ, ഫുൾ സെറ്റപ്പാണ്. കുറഞ്ഞ സ്ഥലത്ത് 20 ലക്ഷത്തിലേറെ മനുഷ്യന്മാര് ഹൈ ഫെസിലിറ്റിയിൽ കുറഞ്ഞ സ്ഥലത്ത് ജീവിക്കും. നമുക്ക് അതൊന്നും അല്ലേ? والليل إذا يغشى والنهار إذا تجلى وما خلق الذكر والأنثى إن سعيكم لشتى فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى وكذب بالحسنى فسنيسره للعسرى وما يغني عنه ماله إذا تردى إن علينا للهدى وإن لنا للآخرة والأولى فأنذرتكم نارا لا يصلاها إلا الأشقى الذي كذب وتولى وسيجنبها الأتقى الذي يؤتي ماله يتزكى وما لأحد عنده من نعمة تجزى إلا ابتغاء وجه ربه الأعلى ولسوف يرضى. ഇബ്രാഹിം നബിയുടെ വിളിക്ക് ഉത്തരം നൽകി ആ മണ്ണിൽ കാല് ചവിട്ടാനും അള്ളാഹുവിനെ ആരാധിക്കാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. അങ്ങനെ മിനയിൽ കഴിഞ്ഞ് ദുൽഹജ്ജ് 9-ാം തീയതി ഹാജിമാരുടെ ഏറ്റവും ഹജ്ജിന്റെ പ്രധാനപ്പെട്ട കർമ്മമാണ് ഇത് അറഫ. നമ്മുടെ ഏറ്റവും പ്രധാനം ഇതൊക്കെ ഏതിലാണ് വരുന്നത്? ദുൽഹജ്ജ് ആദ്യത്തെ 10-ലാണ് വരുന്നത്. അതാണ് ഈ ആദ്യത്തെ 10-ന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ചൊക്കെ ഈ ശരിക്കും നബി എങ്ങനെയായിരുന്നു അറഫയിലേക്ക് വന്ന് മിനയിൽ നിന്ന് വന്നു? ഏകദേശം ഇതാണ്, ഇത് മസ്ജിദുൻ നബിറ. മസ്ജിദുൻ നബിറയിലെ മുഴുവൻ ഭാഗം എന്തില്ല, അറഫയിൽ പെടില്ല. ഇതിൽ ചില ഭാഗം വാദി ഒർണ എന്ന് പറയും, ഒർണ താഴ്വര എന്ന് പറയും. അപ്പൊ നബി ളുഹറിന്റെ മുമ്പ് ഈ അറഫയുടെ ബോർഡർ ഒർണ താഴ്വരയിൽ എത്തും. പക്ഷേ ഈ മസ്ജിദുൻ നബിറുള്ള അടുത്ത് ഒരു കുന്നാണ്, പിന്നെ പള്ളിയില്ല. അപ്പൊ നബി വാദിയ ഓർമ്മയിൽ എത്തിയിട്ട് അവിടെ വെച്ചിട്ട് എന്ത് ചെയ്തു? ഏകദേശം ഈ പള്ളി നിൽക്കുന്ന ഈ ഭാഗത്തായിട്ട് ളുഹറും അസറും ജംഉം ഖസ്റും ആക്കിയിട്ട് ളുഹറിന്റെ സമയത്ത് നമസ്കരിച്ചു. എന്നിട്ട് അവിടെയുള്ള പാറയിൽ കയറിയിട്ടാണ് ചരിത്ര പ്രസിദ്ധമായ നബിയുടെ
അറഫ പ്രഭാഷണം നടത്തി. അങ്ങനെ ഉച്ച തിരിഞ്ഞിട്ടാണ് നബി എവിടേക്ക് പ്രവേശിച്ചത്? അറഫയിലേക്ക് പ്രവേശിച്ചത്. അപ്പൊ അറഫയുടെ സമയം തുടങ്ങപ്പോഴാണ് ശരിക്കും സൂര്യൻ മധ്യത്തിൽ നിന്ന് തിരിഞ്ഞ് തുടങ്ങും, അല്ലെങ്കിൽ തെറ്റി തുടങ്ങും. എന്നുവെച്ചാൽ മുഹർ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞാലാണ് ഏത് തുടങ്ങുള്ളൂ? അറഫ തുടങ്ങും. ചിലപ്പോൾ ഹാജിമാര് ചെല്ലുമ്പോൾ അവരുടെ മുന്നിൽ 5 മണിക്കൊക്കെ എത്തും. മുഹറിന്റെ ഒരു എന്തെങ്കിലും ട്രാഫിക് ഒന്നും ഇല്ലാതെ ബസ് പോകുമ്പോൾ അങ്ങനെ പോകും. പക്ഷെ നബി പ്രവേശിച്ചത് ഇങ്ങനെയാണ്. അപ്പോ മസ്ജിദിൽ നിന്ന് പിന്നീട് ഹിജറ 2-ാം നൂറ്റാണ്ടില് അബ്ബാസി ഖലീഫമാരാണ് ഈ ഭാഗത്തെ ഹാജിമാര് ഭയങ്കര വെയിലല്ലേ പാവം. അപ്പോ മുഹറിന് മുമ്പ് ചിലപ്പോൾ മിക്ക ആൾക്കാർ ഇവിടെ വന്ന് നമസ്കരിച്ചിട്ടാക്കിയ അപ്പൊ അവർക്കൊരു ആശ്വാസമായിക്കോട്ടെ അവർക്ക് ഈ അബ്ബാസി ഖലീഫമാരെ എന്ത് ചെയ്യുന്നത്? നബി പ്രസംഗിച്ച ആ ഭാഗത്ത് ഒരു പള്ളി നിർമ്മിച്ചു. അപ്പൊ ആ പള്ളിയിൽ നമുക്ക് ളുഹറിന്റെ സമയത്ത് ളുഹറും അസറും നമസ്കരിക്കാം. നമ്മൾ അറഫയിൽ നിൽക്കുമ്പോൾ ഈ പള്ളിയിൽ നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അറഫയുടെ ബോർഡറിലാണ് ഉറപ്പ് വരുന്നത്, അല്ലെങ്കിൽ അറഫന്റെ ഉള്ളിൽ പോയി നിൽക്കുകയാണ് നല്ലത്. പിന്നെ അറഫയുടെ മറ്റെന്താണ്? ജബൽ റഹ്മ, ജബൽ അറഫ, അത് അറഫയിൽപ്പെട്ടത്. ഇപ്പൊ നമ്മുടെ നബി എവിടെയാണ് അറഫയിൽ നിന്നത്? ഈ ജബൽ റഹ്മയുടെ താഴെ, ഇതിൽ കയറിയിട്ടില്ല, താഴെ ഒട്ടകത്തിലായിട്ട് കുറെ പാറകളൊക്കെ ഉണ്ട്. അതിന്റെ അടുത്താണ് നബി എന്ത് ചെയ്തത്? അറഫയിൽ നിന്നത്. മിക്ക ആൾക്കാരും ചില ആൾക്കാരൊക്കെ ഇതാണ് ഇതിൽ കയറി നിൽക്കും. അപ്പൊ ഈ ജബൽ റഹ്മയിൽ കയറുന്നത് തെറ്റാണോ ശരിയാണോ? അത് അറഫയിൽ പെട്ടതാണ്. ശ്രദ്ധിക്കുക, നിയ്യത്താണ് പ്രധാനം. ഇപ്പോ ഷെയ്ഖ് ഹുസൈമിന്റെ പോലുള്ള പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് അറഫയിൽ ഏരിയയിൽ എവിടെ നിൽക്കാം. അപ്പൊ അറഫയിൽ നിൽക്കുന്നു എന്ന നിലയ്ക്ക് ഈ മലയിൽ കയറി നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്ത് കുഴപ്പമില്ല. മറിച്ച് ഈ ജബലുർ റഹ്മയിൽ കയറി ഇരുന്ന് ദുആ ചെയ്താൽ അതിന് പ്രത്യേക മറ്റു ഭാഗത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നതിനേക്കാളും ഈ ജബലുർ റഹ്മയിൽ കയറി നിന്ന് പ്രാർത്ഥിച്ചാൽ അതിനൊരു പ്രത്യേക ബർക്കത്തുണ്ട്. അല്ലെങ്കിൽ ആ ജബലുർ റഹ്മയിൽ കയറിയിട്ട് ളുഹർ അസ്ർ അവിടെ നമസ്കരിക്കുക, അതിന് പ്രത്യേകമായ ബർക്കത്തുണ്ട്. അല്ലെങ്കിൽ ഇതിൽ കയറിയാൽ പ്രത്യേകമായ പുണ്യം ലഭിക്കും എന്ന നിയ്യത്തോടെ കയറിയാൽ അത് വിദഗ്ധം. കാരണം ثبت أنه صلى الله عليه وسلم وقف تحت هذا الجبل عند الصخرات الكبار. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും എന്ത് ചെയ്തില്ല? കയറിയിട്ടില്ല. സ്ഥിരപ്പെട്ടു വന്ന എന്താണ്? തഹത ഹാദൽ ജബൽ. കണ്ടോ? തഹത അറിയാലോ, തഹത താഴെ, ഹാദൽ ജബൽ ഈ മലയുടെ താഴെ നബി നിന്നത്. ഇന്ദ സഖറാത്തിൽ കിബാർ, വലിയ പാറകളുടെ അടുത്തായി. അപ്പൊ ഇതിൽ കയറുന്നത് പ്രത്യേക പുണ്യമോ പ്രത്യേക ബർക്കത്തുണ്ടെങ്കിൽ അത് ആരും ചെയ്യാതിരിക്കില്ല. നബി ചെയ്യാതിരിക്കും? കയറിയിട്ടില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെ കയറിയത് കൊണ്ട് പ്രത്യേക ഗുണമൊന്നുമില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അറഫയിൽ എവിടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അറഫ സംഗമത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് കഴിഞ്ഞുകൂടാം. നമുക്കറിയാലോ, ഇതാണ് ജബലുർ റഹ്മയുടെ ഒരു ആകാശ കാഴ്ച. ഇപ്പൊ നമുക്കറിയാം അറഫയുടെ പ്രധാന എന്താണ്? നിഹായത്ത് അറഫ, ഇവിടെ അറഫ അവസാനിക്കും. അപ്പൊ അത് ബോർഡറൊക്കെ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ അറഫയിൽ വലിയ ടെന്റുകളുണ്ട്. മിക്കവാറും ടെന്റിലായിരിക്കും ഉണ്ടാവുക. ഇനി ഇതിന്റെ ജബലുർ റഹ്മയുടെ അടുത്ത് പോയിട്ട് നിൽക്കണമെങ്കിൽ നിൽക്കുകയും ചെയ്യാം. ഇപ്പൊ നമ്മൾ ശരിക്കും അറഫ തുടങ്ങുക എപ്പോഴും മുതലാണ്? സൂര്യൻ മധ്യത്തിൽ നിന്ന് നീങ്ങി തുടങ്ങുന്ന മുതൽ അറഫയുടെ സംഗമം ആരംഭിക്കും. അറഫ സംഗമം ആരംഭിക്കും ഏതുവരെ? സൂര്യൻ അസ്തമിച്ചുന്നത് വരെ മാത്രം. അസ്തമിച്ചു കഴിഞ്ഞാൽ ഹാജിമാര് ഇവിടുന്ന് മുസ്ദലിഫയിലേക്ക് പോകാം. നമുക്ക് ആ അറഫ ഒന്ന് കണ്ടാലോ? മസ്ജിദുൻ നബവിയും ആ ജബലുർ റഹ്മയും അറഫയുടെ ആകാശ കാഴ്ച, ടെന്റുകളുടെ അറഫ ഭൂമിയുടെ ആകാശ കാഴ്ചകൾ കാണാം. ഇപ്പൊ നമ്മൾ എവിടെ എത്തി?
الحمد والنعمة لك الملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك الملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك الملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك الملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك الملك لا شريك لك. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അങ്ങനെ സൂര്യൻ അസ്തമിച്ചാൽ മഗ്രിബ് പോലെ അവിടെ നമസ്കരിക്കാൻ നിൽക്കരുത്, അറഫയിൽ നമസ്കരിക്കരുത്. നേരെ എവിടേക്ക് പോകണം? നമ്മൾ ദുൽഹജ്ജില് നമ്മൾ ആദ്യ 10 ഇതൊക്കെ തീരും. പ്രധാനപ്പെട്ട അറഫ കഴിഞ്ഞു. പിന്നെ 10-ാം രാവാണ്. 10-ാം പകൽ തുടങ്ങി 10-ാം രാവിലെ എന്ത് ചെയ്യണം? മുസ്ദലിഫയിൽ പോയി രാപ്പാക്കുക. ഇശയുടെ സമയത്ത് ഏകദേശം ഇശയുടെ അറഫയിൽ നിന്ന് മഗ്രിബ് നമസ്കരിക്കാതെ സൂര്യ അസ്തമിച്ചോണ്ട് പുറപ്പെടും. എന്നിട്ട് ഈ ഇശയോട് കൂടി എത്തുമ്പോൾ അവിടെ എത്തിയിട്ട് എന്ത് ചെയ്യാം? മഗ്രിബ് 3 റക്അത്തും ഇശാ 2 റക്അത്തും ജംഉ ഖസ്ർ മാറ്റി ഇശയുടെ സമയത്ത് നമസ്കരിക്കും. ഏകദേശം എത്തും, അടുത്തന്നെ. നിങ്ങൾ ആലോചിച്ചോക്കണം, ശരിക്ക് മുസ്ദലിഫയിൽ രാപ്പാർക്കുന്ന ഈ ഇസ്ലാമിന്റെ ഈ ഒരു ആരാധന കാണുമ്പോൾ നമ്മുടെ ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു കാര്യം, അവിടെ ടെന്റില്ല. രാത്രി ആയതുകൊണ്ട് ടെന്റിന്റെ ആവശ്യം ഇപ്പോഴും എന്റെ അറിവിലില്ല. അപ്പൊ ഹാജിമാരെങ്ങനെ പോകല്ലേ? അപ്പൊ ഈ മണ്ണ് അല്ലെങ്കിൽ പാറ, ചിലപ്പോൾ ഒരു ഷീറ്റ് ഉണ്ടെങ്കിൽ വിരിച്ചാൽ കിട്ടിയാൽ കിട്ടി, ചിലപ്പോൾ അതും ഉണ്ടാവില്ല. തലയിണേറ്റ് ഒരു കല്ലൊക്കെ ഉണ്ടാവുക. എന്ത് തോന്നുന്നു? ആരാണ് ഈ കടക്കുന്നവരൊക്കെ? അവരുടെ നാട്ടിൽ കോടീശ്വരന്മാർ. അവരെങ്ങനെ വീട്ടിൽ കിടന്നത്? ശീതീകരിച്ച റൂമിൽ കടന്നാ കാണുന്ന അത്രയും കുശിലുള്ള ബെഡില് സുഖമായിട്ട് കിടന്ന ആൾക്കാരാണ്. അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ആഗ്രഹ പച്ച മണ്ണിലങ്ങനെ ഒരു 2 തുണി ഒന്ന് കൊടുത്തു. ലളിത ജീവിതം, ആർഭാടങ്ങൾ ഒഴിവാക്കി. അള്ളാഹുവിന്റെ പൊരുത്തമാണ് വലുത്. ബാക്കിയൊന്നും എനിക്ക് ഈ പണമോ അല്ലെങ്കിൽ ഈ ഒന്നും എനിക്ക് വലുതല്ല. എനിക്ക് പഠിച്ചവരുടെ പൊരുത്തം. ശരിക്കും ആ ലാളിത്യവും എളിമയും ആ ലളിത ജീവിതവും ഒക്കെ ശരിക്കും ഈ മുസ്ദലിഫയിലെ രാപ്പാർക്ക് നമ്മൾ പഠിപ്പിക്കുക. അങ്ങനെ മുസ്ദലിഫയിലെ രാപ്പാർക്ക് സുബഹി എവിടെ നമസ്കരിക്കുക? മുസ്ദലിഫയിൽ നമസ്കരിക്കുക. അങ്ങനെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എവിടേക്ക് എത്തും? ദുൽഹജ്ജ് 10 ഹജ്ജുൽ അക്ബർ. ഹജ്ജുൽ അക്ബർ അങ്ങനെ ദുൽഹജ്ജ് 10-നുള്ളിൽ ഞാൻ പറഞ്ഞേ എല്ലാ ഹജ്ജിന്റെ പ്രധാനപ്പെട്ട കർമ്മങ്ങളും തീരും. നമ്മുടെ ഹജ്ജുൽ അക്ബർ ദുൽഹജ്ജ് 10-ാം തീയതി ഇവർക്ക് 6 കാര്യങ്ങൾ ഹാജിമാർക്ക് ചെയ്യാണ്ട്. എന്തൊക്കെയാണ് 6 കാര്യങ്ങൾ? ഒന്ന്, നമ്മളെ 3 ജംറ, ചെറിയ ജംറ, വലിയ ജംറ. ഇത് ഇങ്ങനെയല്ല, ഇതിന്റെ സിമ്പലാണ്, ഇതിന്റെ ഒരു ചിത്രമല്ല. ഇതിൽ 2 എറിയരുത്. ജംറത്തുൽ അഖബ, ജംറത്തുൽ അഖബ വലിയ ജംറയിൽ കല്ലെറിയും. 7 കല്ല് എറിയുന്ന സമയത്ത് ഇതാണ് അവരങ്ങോട്ട് നോക്കി നിൽക്കുമ്പോ ഇങ്ങോട്ട് മക്ക, അങ്ങോട്ട് മീന. ക്ലിയർ ആയില്ല? എറിയുന്ന സമയത്ത് നമ്മുടെ എറിയുന്ന ആളുടെ ഇടത് ഭാഗത്ത് മക്ക വരും, കഅബ വരും. എറിയുന്ന ആളുടെ വലത് ഭാഗത്ത് മിന വരും. മിനയെന്നാണ് വരിക, ഇങ്ങനെ മിനാസയിൽ ഇങ്ങനെ വരും. അപ്പൊ എന്ത് ചെയ്യും? 7 കല്ലാണ്. പിന്നെ ശരിക്കും ചെയ്യേണ്ട അറവാണ്. നമുക്ക് അവിടെ അറിവ് നടത്താൻ പറ്റുന്നതും നമുക്ക് വേണ്ടി ഗവൺമെന്റ് നമ്മൾ ഫീസ് കെട്ടി വെക്കും. സമയമാകുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി അറിവ് നടത്താൻ പറ്റുന്നതും ഫീസ് കെട്ടി വെക്കും. അപ്പൊ നമുക്ക് സമയമാകുമ്പോൾ ദുൽഹജ്ജ് 10-ാം തീയതി നമ്മുടെ പേരിൽ വലിയ അതിന്റെ മാസം സാധുക്കൾക്ക് കൊടുക്കും. പിന്നെ ക്രമപ്രകാരം ചെയ്യേണ്ടത് ആദ്യത്തെ തഹലിലാണ് മുട്ടയടിക്കുക. സ്ത്രീകൾ മുടി അടിയിൽ നിന്ന്
കുറച്ച് 1.2 സെന്റിമീറ്ററോ വെട്ടിയെടുക്കാം. ചിലപ്പോൾ ഇതെന്ത് ചെയ്യാം, അവസാനത്തേക്ക് മാറ്റാം. ആ ക്രമം ഈ 10-10-ാം തീയതി ഉള്ളതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് കുഴപ്പമില്ല. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നേരെ പോയിട്ട് കഅബ ഹജ്ജിന്റെ തവാഫ് ഇഫാദ ചെയ്യും. നമ്മുടെ ഹജ്ജിന്റെ തവാഫ് ചെയ്യുമ്പോൾ ചെയ്യണം, ശരിക്ക് എവിടെ ഹജറുൽ അസ്വദിന് മൂലയിൽ വന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് വേണം തുടങ്ങാൻ. പിന്നീട് എന്ത് ചെയ്യണം, മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ 2 റക്അത്ത് നമസ്കരിക്കും. ഒന്നാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ്. ഒരു 20 സെക്കൻഡ് ഉണ്ടാവും. നമുക്ക് പങ്കെടുത്തിട്ട് രണ്ടാമത്തെ റക്അത്തിൽ എന്താ തോന്നിയത്? ആ 2 സൂറത്തുകൾ ഓതിയപ്പോ ഈ 2 സൂറത്തുകളുടെ ഒരു പ്രത്യേകത, ശരിക്കും ഈ 2 റക്അത്തിൽ ഈ 2 സൂറത്തുകൾ ചേർന്ന് ഓതുമ്പോൾ ശരിക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് പറഞ്ഞത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് തുടക്കം നിഷേധമാണ്. ലാ ഇലാഹ ഇല്ല, എല്ലാ അല്ലാഹുവിനെ കൂടാതെ എല്ലാ ആരാധനയും നിഷേധിക്കുക. സൂറത്തുൽ കാഫിറൂൻ ഓതുമ്പോൾ എങ്ങനെ വരിക? ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ലാ നിഷേധമാണ്. അഅ്ബുദു മാ തഅ്ബുദു, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കില്ല. നമ്മളെ അതിന്റെ ലാ ഇലാഹ അവസാനം എന്താണ്? സമർത്ഥിക്കില്ല, ഉറപ്പിക്കില്ല. ഇല്ലല്ലാഹ്, ഖുൽ ഹുവല്ലാഹു എന്താ? അല്ലാഹുവിനെ സമർത്ഥിക്കില്ല. ശരിക്കും മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ നമസ്കാരം ശരിക്കും തൗഹീദാണ്. പക്ക ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കും. എന്നിട്ടാണ് പിന്നെ ഇവിടെ വന്നിട്ട് ശരിക്കും പോകണം. ഉടനെ മുമ്പേ ശരിക്കും ചെയ്ത് പോണവര് നമുക്ക് നോക്കാം. നമ്മുടെ മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ നമസ്കരിച്ചു കഴിഞ്ഞാൽ സഫ മർവക്കിടയിൽ എന്ത് ചെയ്യാം? നമുക്ക് സഫയും മർവയും ഒക്കെ കാണാനുള്ളതാണ് തവാഫ്. പക്ഷെ നമുക്ക് ഇന്ന് സമയമില്ല. നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ ദുൽഹിജ്ജ ആദ്യത്തെ 10 പ്രത്യേകത ആണല്ലോ പറയുന്നത്. അപ്പൊ സഅയ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? കഴിയും. പിന്നെ ദുൽഹജ്ജ് 10-ാം തീയതിയുള്ള കർമ്മങ്ങൾ കഴിഞ്ഞ് നേരെ മിനയിൽ വരും. നമ്മൾ ഹജ്ജിന്റെ പ്രധാനപ്പെട്ടതൊക്കെ കഴിയും. പിന്നെ ദുൽഹജ്ജ് 11, 12, 13 3 ജംബറുകളിൽ 7 വീതം കല്ലെറിയുകയാണ്. അങ്ങനെ ദുൽഹജ്ജ് 13-ാം തീയതി 3 ജംബറുകളിൽ കല്ലെറിഞ്ഞാൽ ഹജ്ജ് കഴിഞ്ഞു. പിന്നീട് ഹാജി ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ഉറപ്പിച്ച്, നാട്ടിൽ ടിക്കറ്റ് ഒക്കെ ഉറപ്പിച്ച് സമയമൊക്കെ കിട്ടൂലേ? അപ്പൊ നാട്ടിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് തവാഫുൽ വിദാ, മക്കയോട് വിടവാങ്ങിക്കൊണ്ടുള്ള, കഅബയോട് വിടവാങ്ങിക്കൊണ്ടുള്ള തവാഫ് ചെയ്യണം. ഈ തവാഫുൽ വിദാ ഹജ്ജ് ചെയ്യുന്നവർക്ക് മാത്രമേ, ഉംറക്കില്ല. ഉംറക്ക് ആനന്ദമല്ലോ, ഇഹ്റാമിൽ പ്രവേശിക്കുക, ഉംറയുടെ തവാഫ് ചെയ്യുക, മഖാം ഇബ്രാഹിമിൽ നമസ്കരിക്കുക, സഅയ് ചെയ്യുക, തലമുണ്ടനം ചെയ്യുക. 5 കാര്യങ്ങൾ. അതോടെ ഉംറ കഴിഞ്ഞു. ഹാജിക്കാരനെല്ല എന്ത് ചെയ്യണം? എല്ലാം കഴിഞ്ഞ് ദുൽഹജ്ജ് 13-ാം തീയതി അവസാനത്തെ ഏറും കഴിഞ്ഞാൽ മക്ക എപ്പോഴാണോ വിടുന്നത് അതിന് മുമ്പ് എന്ത് ചെയ്യണം? തവാഫുൽ വിദാ ചെയ്യണം. അതോടെ ഹജ്ജ് അവസാനിക്കും. വിടവാങ്ങൽ തവാഫ്. അത് മിക്ക ആൾക്കാരും വളരെ വൈകാരികമായിട്ടാണ് ചെയ്യുക. കാരണം അതോടെ പിന്നെ തവാഫുൽ വിദാ കഴിഞ്ഞാൽ പിന്നെ അധിക സമയം മക്കയിൽ നിൽക്കരുത്, വേഗം വിട്ടോണം. പെട്ടിയൊക്കെ കെട്ടിയിട്ടായിരിക്കും ഹോട്ടലിൽ നടക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറോ. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഹജ്ജ് ഈ രൂപത്തിൽ ആത്മാർത്ഥമായി ഇഖ്ലാസോടെ അല്ലാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ച് ചെയ്യുന്നവർക്ക് സ്വർഗമാണ് പറയുന്നത്. ഉമ്മ പ്രസവിച്ച കുഞ്ഞിന്റെ പോലെ പാപത്തിന് പരിശുദ്ധി കിട്ടും. ഇത്രയും പുണ്യം അവർക്ക് കിട്ടുമ്പോ ഹജ്ജിന് പോകാൻ പറ്റാത്ത ഈ വർഷത്തില് കാബയുടെ കിസ്വ കയറ്റി കിട്ടുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്. ഈ വർഷം ഹജ്ജിന് പോണതിന് മുമ്പ് നിങ്ങൾ കിസ്വ എന്ത് ചെയ്യും? ഉയർത്തി കിട്ടും. ആ ചടങ്ങാണ് ഈ വർഷത്തെ കേട്ടോ. ഹിജ്റ 1445 ചടങ്ങാണ് നിങ്ങൾ. അപ്പൊ നമ്മൾ ആലോചിച്ചൊക്കെ ഹജ്ജിന് പോയവർക്ക് ഇത്രയും പ്രതിഫലം കിട്ടുമ്പോ ദുൽഹജ്ജ് 8-ാം തീയതി തുടങ്ങി 13-ാം തീയതി വരെ അവസാനിച്ച് വിടവാങ്ങൽ തവാഫും കഴിഞ്ഞ് വരുമ്പോ അവര് ഉമ്മ പ്രസവിച്ച കുഞ്ഞിന്റെ പോലെ പാപത്ത് പരിശുദ്ധരായി. ഹറമിലെ ഓരോ വഖത്തിനും 1,00,000 ഇരട്ടി പ്രതിഫലം കിട്ടി. നമുക്കതിന് അവസരം കിട്ടിയില്ല. പക്ഷെ അല്ലാഹു അവസരം തന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവസരം തന്നു. നമ്മുടെ ഏറെ പുണ്യ ഹജ്ജിന് പോകാതെ തന്നെ ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ അള്ളാഹുവിനെ ആരാധിച്ചാൽ നമ്മൾ എന്താ പറഞ്ഞത്? ജിഹാദിനേക്കാളും പ്രതിഫലം.
അള്ളാഹ്ക്ക് ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ ഈ ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസത്തിലെ പ്രവർത്തനങ്ങളാണ്. അപ്പൊ ഹജ്ജിന് പോകാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മഹനീയമായ പ്രതിഫലങ്ങൾ നേടാനുള്ള ഒരു അവസരമാണ് ഈ ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ. അവരവിടെ ഹജ്ജ് ചെയ്തു കഅബയിൽ ആരാധിച്ച് പുണ്യം ഉണ്ടാക്കുമ്പോൾ നമുക്ക് അള്ളാഹുവിന്റെ നീതിമാനാണല്ല, നമുക്ക് അള്ളാഹു അതിനുള്ള അവസരങ്ങൾ തന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുൽഹജ്ജ് ആദ്യ 10 പ്രത്യേകം വർദ്ധിപ്പിക്കാൻ പറഞ്ഞ 4 കാര്യങ്ങൾ അതിലെല്ലാം വന്നു. പ്രത്യേകം വർദ്ധിപ്പിക്കാൻ പറഞ്ഞ ഒരു കാര്യം ഏതാണ്? തഹ്ലീൽ വർദ്ധിപ്പിക്കാൻ. എന്താ തഹ്ലീൽ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിക്കുക. അത് വെറുതെ ചെയ്യപ്പെടെ മനസ്സറിഞ്ഞ് ഉച്ചരിക്കുക. ശരിക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ എന്റെ ആരാധ്യൻ അല്ലാഹ് മാത്രം, പ്രപഞ്ചത്തിന് വേറെ ഒന്നും ആരും ഒരു സൃഷ്ടി എന്റെ ആരാധ്യരല്ല, എന്റെ ആരാധ്യൻ എന്റെ റബ്ബ് മാത്രം. ആ അള്ളാഹുവിന്റെ നല്ലൊരു ഫാൻ, ആരാധകൻ എന്ന ബോധത്തോടെ അങ്ങനെ ആയിക്കൊണ്ട് വേണം ചെയ്യാൻ അത് ഉച്ചരിക്കാൻ. 2 നബി പ്രത്യേകം വർദ്ധിപ്പിക്കാൻ തക്ബീർ, അല്ലാഹു അക്ബർ എന്ന് ഉച്ചരിക്കൽ ഇപ്പൊ ചെറിയതുപോലെ കുറച്ച് അധികമാണ്. കാരണം ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളുടെ പ്രത്യേകത പറഞ്ഞിട്ട് നബി പറയും, അള്ളാഹ് ആ ദിവസങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങൾ ഏറ്റവും സംശുദ്ധമാണ്, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്, മഹത്തായ പ്രതിഫലം ലഭിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടാണ് നബി എന്ന് പറഞ്ഞത്. നിങ്ങൾ തഹ്ലീൽ വർദ്ധിപ്പിക്കുക, തക്ബീർ വർദ്ധിപ്പിക്കുക, അല്ലാഹു അക്ബർ ഉച്ചരിക്കുക. കഴിഞ്ഞിട്ട് നബി പറഞ്ഞു തഹ്മീദ് വർദ്ധിപ്പിക്കുക, അൽഹംദുലില്ലാഹ് എന്ന് പറയൽ വർദ്ധിപ്പിക്കുക. പിന്നെ നബി പറഞ്ഞൊരു കാര്യമാണ് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. ഇന്നതെന്നില്ല, എല്ലാം പെട്ടു. അതിലാണ് പണ്ഡിതന്മാര് വേണമെങ്കിൽ എഴുതിയ സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ട് ഏറ്റവും നല്ലൊരു സൽക്കർമ്മമാണ് നോമ്പ്. അതുകൊണ്ടാണ് ആ ഗണത്തിൽ ഉൾപ്പെടുത്തിയിട്ടാണ് 1 മുതൽ 9 വരെ വേണമെങ്കിൽ നോമ്പെടുക്കാവുന്നതാണ്. കാരണം എല്ലാ അതിൽ ഇന്നതെന്ന് ഒഴിവാക്കി മുഴുവൻ സൽക്കർമ്മങ്ങളും അതിൽ പെട്ടു എന്നുള്ളതാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ ശരിക്കും ഈ ദുൽഹജ്ജ് 10 ഒന്ന് ഉപയോഗപ്പെടുത്തിയ നമ്മുടെ കയ്യിൽ അള്ളാഹുവിന്റെ ഇഷ്ടം, റഹ്മത്ത്, പാപമോചനം, സ്വർഗം കയ്യിലിരിക്കും. ഇത്രയും നല്ല അവസരം അമ്മ വെച്ച് തന്നിട്ട് കുടിയാനന്റെ സ്വഭാവം ഉണ്ടാകും. ഈ അവസരം നബിയുടെ സ്വഹാബത്തിനാണ് കിട്ടിയതെങ്കിലോ അവർ 1 മിനിറ്റ് പാടാക്കുക. നന്മ ചെയ്യാൻ അവസരം കിട്ടിയ വളരെ ധൃതിയിൽ അത് ചെയ്തു തീർത്തിരിക്കും. അത് കഴിഞ്ഞിട്ട് എന്തുള്ളൂ, ദുനിയാവിന്റെ ഏത് കാര്യത്തിൽ അമാന്തം കാണിച്ചാലും നബി പറഞ്ഞ കുഴപ്പമില്ല, ദുനിയാവിന്റെ കാര്യത്തിൽ നിന്ന് സ്ലോ ആയിക്കോളും, താമസിപ്പിച്ചോളും, കുഴപ്പമില്ല. ചില ഹദീസുകളൊക്കെ ഇന്നലെ പരിശോധിച്ചപ്പോ ആഖിറത്തിന്റെ കാര്യത്തിന് പ്രാധാന്യം നൽകിയിട്ട് ദുനിയാവിന്റെ കാര്യം ഒന്ന് പതുക്കെയാക്കിയാൽ അതിന് നിങ്ങൾക്ക് പുണ്യമുണ്ട് എന്ന് വിവോചനം. നമ്മളത് ദുനിയാവിന്റെ പല കാര്യങ്ങളും സ്ലോ ഡൗൺ ആക്കി. കാരണം എന്താ, അത്രയും സമയത്ത് പരലോകത്തിന് ചെയ്യാമെന്ന ഒരവസ്ഥയാണെങ്കിൽ ദുനിയാവിന്റെ കാര്യത്തിൽ നിങ്ങൾ സ്ലോ ചെയ്യുന്നതിന് നിങ്ങൾക്ക് പ്രതിഫലം. നമ്മുടെ നബിന്റെ സ്വഹാബത്തിനൊരു അവസരം കിട്ടിയത് പാടാക്കില്ല. ഇപ്പൊ നമ്മുടെ നബിന്റെ കാലത്ത് ബദർ യുദ്ധം നടക്കില്ല. ബദർ യുദ്ധത്തിന്റെ സമയത്ത് സാദുവിനും ഹുദൈമയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഉപ്പയും സാദറുള്ളാനും അദ്ദേഹത്തിന്റെ ഉപ്പയും ബദർ യുദ്ധത്തിന് പോയി. അങ്ങനെ ഇവർക്കാണെങ്കിൽ കുറെ ഉമ്മ അതുപോലെ തന്നെ ഭാര്യ, 2 കൂട്ടരും കൂടി 2 പേർക്ക് വാപ്പ മോനും ഉണ്ട്. അപ്പൊ ഈ കുടുംബത്തിന്റെ 2 രക്ഷാധികാരികളാണ് ആര്? ഉപ്പയും മകൻ. അപ്പോ നബിയോട് പറഞ്ഞു, ഇങ്ങനെ ഇവർ 2 പേര് മാത്രമേ ആണുങ്ങളായിട്ടുള്ളൂ. 2ാമത് രക്തസാക്ഷി ആ കുടുംബത്തായി, മക്കൾ എത്തിയുമായി, അവിടുത്തെ ഭാര്യമാര് വിധവകള്. അപ്പൊ ഒരു രക്ഷിതാവായിട്ട് ഒരാൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ കുടുംബത്തിനോട് നിൽക്കണം. ആ വാപ്പ പറഞ്ഞു, മോനെ ഞാൻ പോട്ടട, ഇന്ന് എനിക്ക് ഈ യുദ്ധത്തിൽ രക്തസാക്ഷിയായിട്ട് എനിക്ക് സ്വർഗത്തിൽ എത്തണം. സ്വർഗത്തിന്റെ അവസരം, രക്തസാക്ഷിയോട് അപ്പ സ്വർഗം ഉറപ്പാ. വാപ്പാന്റെ അവസരം എന്താണ്? അമ്മ പറയില്ല, അതിന്റെ പോകും. അവസാനം ഒരു കാര്യം നറുക്കെടുക്കും. അങ്ങ് നറുക്കെടുപ്പ് നടത്തിയപ്പോ നറുക്കാർക്ക് വീണു, മകൻ സാദന് വീണു. വാപ്പ നിറകണ്ണോടെ മകനോട് കെഞ്ചി കേണപേക്ഷിച്ചു, ഞാൻ പുനയ്യ ആദരണില്ലയോ പന്റെ കുട്ടി, ഉപ്പാക്ക് പ്രാർത്ഥന, ഉപ്പാക്ക് പ്രായ, എനിക്ക് ഇനിയും ആയുസ് ആരോഗ്യം ഉണ്ടെങ്കിൽ ഇനിയും നിനക്ക് സ്വർഗത്തിന്റെ അവസരം. ഉപ്പാക്ക് തന്നെ ലാസ്റ്റ് ഫൈനലാണ്. ചിലപ്പോ മരിച്ചാൽ നമ്മൾ ഉപ്പാന്റെ കുട്ടി ഇന്ന് എനിക്ക് പ്രാധാന്യം എന്താ, എനിക്ക് മുൻഗണന എന്താ. പക്ഷെ ആ മകൻ പറഞ്ഞ വാക്കെന്താണ്? ഉപ്പ യാബത്തി ലൗകാന ഗൈരിൽ ജന്ന, ഉപ്പ സ്വർഗത്തിൻ്റെതല്ലാത്ത ഏത് കാര്യം
കാര്യമാണെങ്കിലും ഉപ്പ പറഞ്ഞ ഞാൻ കേട്ടെന്നെ, ഇത് സ്വർഗമാണ്, എനിക്കും അതേ താല്പര്യമുണ്ട്, ഞാനാണ് പോയി. ആ മകൻ പോയി. ആ മകൻ അന്ന് ആ യുദ്ധത്തിൽ, ബദർ യുദ്ധത്തിൽ രക്തസാക്ഷിയായി. പിന്നെ ഈ വാപ്പാക്ക് ഈ ആഗ്രഹം സാധിച്ചത് അടുത്ത യുദ്ധം ഉഹദ് യുദ്ധത്തിലാണ്. ആ രക്തസാക്ഷിയായ സാദറുള്ളാന്റെ ഉപ്പ രക്തസാക്ഷിയായി. നമ്മൾ ആലോചിച്ച് നോക്കുക, അവരുടെയൊക്കെ മുമ്പിൽ ഒരു അവസരം, സ്വർഗത്തിന്റെ അവസരം കിട്ടിയപ്പോ അപ്പ ചെയ്തു. നമ്മുടെ മുമ്പിൽ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുള്ള മഹനീയമായ പ്രതിഫലം കിട്ടുന്ന വളരെ നല്ല അവസരം വെച്ച് തന്നു. പഴയകാല സലഫുകൾ പറഞ്ഞു, പെട്ടെന്ന് ഉപയോഗപ്പെടുത്തിക്കോളൂ. എപ്പോഴാണ് ഈ അവസരം മുടങ്ങാന്നറിയില്ല. നോക്കണേ, സലഫുകൾ പറയുന്നു, ഇദാ ഫുതിഹ ലിഅഹദികും ബാബു ഖൈരി, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് നന്മ ചെയ്യാനൊരു അവസരം, ഒരു വാതിൽ അല്ലാഹു തുറന്നു തന്നാൽ ഫൽയുസ്രി, പെട്ടെന്ന് ചെയ്തോ, പെട്ടെന്ന് ചെയ്തോ. കാരണം ഫഇന്നഹു ലാ യദ്രി മത്താ യുഗ്ഖൽഖു, എപ്പോഴാണ് ആ നന്മയുടെ വാതിൽ കുട്ടി അടയ്ക്കപ്പെടുക എന്നറിയില്ല. ഇപ്പൊ ഈ രാത്രി അള്ളാഹു ആയുസ് നീട്ടി തന്നുകൊണ്ടല്ലേ എന്റെ കൂടെ ഇന്ന് നമ്മൾ ജീവിക്കണത്. ആലോചിക്കേണ്ട വിഷയല്ലേ, എത്ര മനുഷ്യന്മാരാ. കഴിഞ്ഞ ദിവസം പള്ളിയിൽ നമ്മുടെയൊക്കെ ദീനിന് വേണ്ടി ഓടി നടന്ന പള്ളിയിലൊക്കെ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്ന, ജമാഅത്തിലൊക്കെ പങ്കെടുത്തിരുന്ന ഒരാളാണ് നമ്മുടെ ഉമ്മർക്ക, നമ്മുടെ കോൺഗ്രസ് നേതാവ് സത്താർ ഖാന്റെ ജ്യേഷ്ഠൻ. ഇവിടെ കഴിഞ്ഞ തിങ്കളാഴ്ച സുബഹിക്ക് പള്ളിയിൽ പോയി ഒരു നടത്തുണ്ട്. അതെ, നടത്തുണ്ട്. മരണം എത്ര പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ ഒരു ദിവസം വന്ന് നിൽക്കും. അങ്ങനെ അദ്ദേഹം സുബഹി കഴിഞ്ഞിട്ട് നടക്കാൻ പോയത്. അന്ന് ആരുമില്ല, ഒറ്റയ്ക്ക. അപ്പൊ നമ്മുടെ അറബി കോളേജിന്റെ ഭാഗത്ത് തന്നെ പാലുവണ്ടി വന്ന് ഇടിച്ചു, പാവം മരിച്ചു. കാല് പൊട്ടി, തലച്ചോറ് പൊട്ടി പുറത്തു വന്നു. ചൊവ്വാഴ്ച മൊഹറോട് കൂടിയാണ് അദ്ദേഹത്തിന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേ പള്ളിയിൽ തന്നെ ബാബുജി സ്കൂളിലെ ഡ്രൈവറായ ഹനീഫ സാഹിബിന്റെ മകൻ സൗദിയിൽ വെച്ച് ആക്സിഡന്റിൽ മരിച്ചു. ബോഡി കൊണ്ടുവരുന്നു. എത്ര ഇത് നമ്മുടെ നാട്ടില്, നമ്മുടെ പരിസരം. ഒരു ദിവസം ഹക്കാണ് നമുക്കുണ്ടാവും ഒരു മടങ്ങാത്ത യാത്ര. ഇനി ഭൂമിയിലേക്കില്ല, ഇനി ഒരു തിരിച്ചൊരു കാൽവെപ്പില്ല, മുന്നോട്ട്. എന്റെ കൂടെ മുന്നിൽ എന്തെല്ലാം പ്രതിസന്ധികളാണ് കാത്തിരിക്കുന്നത്. ആ ഖബർ പടച്ചോൻ എന്തായിരിക്കും അറിയില്ല. ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ആ മഹ്ശറിലേക്കുള്ള നടത്തം എങ്ങനെയിരിക്കും? മഹ്ശറിൽ ഞാൻ എവിടെ എനിക്ക് നിൽക്കേണ്ടി വരിക? അത് കഴിഞ്ഞ് ആ സിറാത്തിലെ നടത്തം സുബ്ഹാനല്ലാഹ്, നബി പോലും വിറക്കുന്ന ചുണ്ടുകളുമായി, വിറക്കുന്ന കാലുമായിട്ട് പടച്ചോൻ എന്നെ കാക്കനോട്ട സിറാത്തിൽ കാലുവെക്കുക. ഈ കടമ്പകളൊക്കെ കടക്കണമെങ്കിൽ സൽക്കർമ്മങ്ങൾ വേണം, നന്മകൾ വേണം. അത് ആവോളം ഉണ്ടാക്കാവുന്ന ഒരു അവസരമാണ് അല്ലാഹു ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ളത്. എപ്പോഴാണ് തീരാന്നറിയില്ല. ഉള്ളത് നമ്മൾ ഉപയോഗപ്പെടുത്തും. ഒരു ദിവസം നമ്മുടെ മയ്യത്തും കൊണ്ടുപോകും, നമ്മുടെ മേലും മണ്ണ് വീഴും. അതിനു മുമ്പ് ഒരുക്കേണ്ടതൊക്കെ ഒരുക്കുക. കിട്ടിയ അവസരങ്ങൾ പാഴാക്കണം. കുറഞ്ഞ സമയം കൂടുതൽ ലാഭം. അതാണ് ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ. മതിമറന്ന് അഹങ്കാരം നടിക്കുന്ന മനുഷ്യാനി മറക്കല്ലേ ഇഹലോകം മരീചികയെന്ന്. റബ്ബിന് ശുക്ർ ചെയ്യാനൊരിക്കലും മടിച്ചിടല്ലേ. എടുക്കുന്ന വിശ്രമത്തോപമിച്ചില്ലേ തിരുനബി ദുനിയാവിൻ ജീവിതത്തെ ഉപമിച്ചില്ലേ. ക്ഷണികമായ ജീവിതത്തിൽ ദുനിയാവിൻ വിഭവങ്ങൾ തേടുന്നേരം റബ്ബിനെ നീ മറന്നീടല്ലേ. സ്വന്തം
ലക്ഷ്യമാക്കൂ പരലോക വിജയ നേട്ടം. മതിമറന്ന് അഹങ്കാരം നടിക്കുന്ന മനുഷ്യാനി മറക്കല്ലേ ഇഹലോകം മരീചികയെന്ന്. റബ്ബിനെ ശുക്ർ ചെയ്യാനൊരിക്കലും മടിച്ചിടല്ലേ, മടിച്ചിടല്ലേ, മടിച്ചിടല്ലേ. സ്വന്തങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മളില്ലാതെ ഈ ഭൂമിയിൽ ജീവനൊക്കെ ഉണ്ടാവും. നമുക്ക് ഓർമ്മയില്ലേ, നമ്മുടെ ഉമ്മയുടെ കൂടെ കൈപിടിച്ച് ഉപ്പയുടെ കൈപിടിച്ച് നടന്ന ഒരു കാലം നമുക്കില്ലേ? ഇന്ന് നമ്മുടെ ഉപ്പയും ഉമ്മയില്ലാതെ നമ്മൾ ജീവിക്കണില്ലേ? നമ്മളും പോകും. നമ്മളില്ലാതെ നമ്മുടെ മക്കൾ, നമ്മളില്ലാത്തൊരു ഭൂമി ഉണ്ടാവും. എല്ലാവരും വരും, പിന്നെ മക്കളും വരും. അങ്ങനെ എല്ലാവരും ഒന്നാമോ പരലോകത്തെത്തിക്കും. അവിടെ രക്ഷപ്പെടണമെങ്കിൽ സൽക്കർമ്മങ്ങൾ വേണം, പാപങ്ങൾ കൈയൊഴിക്കണം. എന്റെ കൂട്ടരെ, ആഗോളം അല്ലാഹുവിനെ ആരാധിക്കാനും ജന്നാത്തുൽ ഫിർദൗസ് എത്താൻ വേണ്ടി എല്ലാ നന്മകളും സമ്പാദിക്കാനുള്ള വളരെ നല്ലൊരു അവസരമാണ് അല്ലാഹുവായിട്ട് ആശ്രയിച്ചിട്ടുള്ളത്. ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസം ആലോചിക്കുക. ഇസ്ലാം പഠിപ്പിച്ച മുഴുവൻ എല്ലാ ആരാധനകളുടെയും ഒരു സമ്മേളനമാണ് ശരിക്കും അവിടെ നടക്കുന്നത്. എല്ലാ ആരാധനയും സംഗമിക്കുന്ന ഒരു സമയമാണ് ദുൽഹജ്ജ്. ദുൽഹജ്ജ് അല്ലാത്ത വേറെ എല്ലാ സമയത്തും മുഴുവൻ ആരാധന ഇല്ല കേട്ടോ, ഇല്ല. ഉണ്ടാവും, എല്ലാം ഉണ്ടെങ്കിൽ ഏതില്ല? ഹജ്ജില്ല. ഹജ്ജില്ല. ഹജ്ജ് ഏതിന് മാത്രമേ ഉള്ളൂ? ഈ ദുൽഹജ്ജിലെ. ആ ദുൽഹജ്ജ് വന്നാൽ ആരാധനയുടെ മുഴുവൻ സംഗമിക്കും, എല്ലാം. അതുകൊണ്ട് ഈ എല്ലാ ആരാധനകളും സംഗമിക്കുന്ന ഈ മഹനീയമായ ദിവസത്തിൽ പരമാവധി മുഴുവൻ ആരാധനകളിലും സജീവമായിട്ട് എന്ത് ചെയ്യാൻ പ്രവർത്തിക്കുക. റമളാനിലൊക്കെ നമ്മൾ ഖത്മുൽ ഖുർആൻ പൂർത്തീകരിച്ചു അല്ലേ? നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ എന്താ പറഞ്ഞത്? ദുനിയാവിൽ കഴിഞ്ഞു പോകുന്ന പകലുകളിൽ ഏറ്റവും ശ്രേഷ്ഠം റമളാനിന്റെ അവസാന 10 പകലിൽ, അതിനേക്കാളും ശ്രേഷ്ഠം ദുൽഹജ്ജിലെ 1 മുതൽ 10 കൂടിയ പകലിനാണ്. രാത്രികളിൽ ശ്രേഷ്ഠം ഏതാണ്? ദുൽഹജ്ജിലെ 1 മുതൽ 10 കൂടിയ രാത്രിയേക്കാൾ ശ്രേഷ്ഠത റമളാനിന്റെ അവസാനത്തെ 10 രാത്രിക്കാണ്. അപ്പൊ നമുക്ക് ഈ ദുൽഹജ്ജ് 1 മുതൽ 10 കൂടിയ ദിവസത്തിൽ ഒരു തവണ ഖുർആൻ ഖത്ം തീർത്തോടെ പറ്റൂല. ഈ 10 ദിവസം കൊണ്ട് ഒരു തവണ ഖത്ം തീർത്തോടെ. ഒരു ദിവസം 3 ജിസ് ഓതിയാൽ 10 ദിവസം കൊണ്ട് 10 × 3 10 മനസ്സ് വെച്ചു. ചിലപ്പോൾ അല്ലാഹു അതിലാണ് ആ മനുഷ്യനുണ്ടാവും. നമ്മൾ പറഞ്ഞില്ലേ, ആ മുള്ളെടുത്ത് കളഞ്ഞപ്പോഴാണ് അല്ലാഹു അയാൾക്ക് നന്ദി കാണിച്ചത്. അല്ലാഹു പാപം പുറത്തു കൊടുത്തു. അയാളുടെ സ്വർഗത്തിൽ ഉലാത്താനും മനസ്സാനും പെട്ട നമ്മൾ നിസാരം എഴുതിയ അല്ലാഹു കൊടുത്ത അവസരം ഉപയോഗപ്പെടുത്തി. ഇതുപോലെ ഈ 10 ദിവസത്തിൽ ചെറുത് വലുത് മാറ്റി നിർത്തേണ്ട മുഴുവൻ നമ്മൾ നന്മകളിൽ മുഴുക. അങ്ങനെ ഈ 10 ദിവസം തീരുമ്പോഴേക്കും നരകശിക്ഷക്ക്, കബർശിക്ഷക്ക് കാരണമാകുന്ന പാപങ്ങളൊക്കെ കുറച്ച് കൊണ്ടുവന്ന് മുഴുവൻ കഴുകി ശുദ്ധമാക്കാം. അങ്ങനെ വിശുദ്ധരായി മാറും. ജന്നാത്തുൽ ഫിർദൗസിലേക്ക് വേണ്ട മുഴുവൻ നന്മകളും അതിന്റെ ഗ്രാഹം ഉയർത്തി അതിന്റെ ഉന്നതിയിൽ എത്തിക്കാൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരുമിച്ച് കൊണ്ട് സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. നമ്മൾ നബിന്റെ ചരിത്രം ഒരല്പം പറഞ്ഞ് അവസാനിപ്പിക്കും. നമ്മൾ കഴിഞ്ഞ ആഴ്ച നബിന്റെ ചരിത്രം എവിടെ പറഞ്ഞു നിർത്തിയത്? നബിന്റെ ഉപ്പ മരിക്കുന്നത് വരെ മാത്രം. എങ്ങനെയായിരുന്നു? നബിന്റെ ഉപ്പ അബ്ദുള്ളയെ, അദ്ദേഹത്തിന്റെ ഉപ്പ എന്ന് വെച്ചാൽ നബിന്റെ വല്യപ്പ മദീനയിലേക്ക് ഈത്തപ്പഴം വാങ്ങാൻ പറഞ്ഞയച്ചു. അപ്പൊ അവിടെ വെച്ച് മരിക്കും എന്നാണ് ഒരു അഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം, ഷാമിലേക്ക് കച്ചവട സംഘത്തോടെ പോയി തിരിച്ചു വരുമ്പോ മദീനയിൽ വെച്ച് രോഗബാധിതനായി അങ്ങനത്തെ നബി മദീനയിൽ വെച്ച് മരിച്ചു എന്നാണ്. നമ്മൾ പറഞ്ഞു നബിന്റെ ഉപ്പ മരിക്കുമ്പോ 25 വയസ്സായി. അന്ന് ആമിന ബീവി അബ്ദുള്ളയുടെ ഭാര്യ നബിന്റെ ഉമ്മ 2 മാസം നബിനെ ഗർഭം ധരിച്ചിരിക്കും. 2 മാസമായിട്ടോ. അബ്ദുള്ള നബിന്റെ ഉപ്പ അനന്തര സ്വത്തായിട്ട് ആമിന ബീവിക്ക് നബിക്ക് വിട്ടേച്ച് പോയിട്ടുള്ളത് 5 ഒട്ടകം, ഒരു പച്ച മാടിന്, പിന്നെ ബറക്ക
എന്ന പേരുള്ള ഒരു അബിസീനിയ അടിമ സ്ത്രീ, പിന്നീട് നബിന്റെ പോറ്റുമ്മയായി മാറിയ ഉമ്മു ഐമനെ ആണ് വിട്ടേച്ചു പോയത്. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് ഇന്ന് പറയുന്നത്, നബി മരിക്കുമ്പോൾ അമിന ബീവി നബിന്റെ ഉപ്പ അബ്ദുള്ള മരിക്കുമ്പോൾ നബി എത്ര മാസം നബിനെ ഗർഭം ധരിച്ചിരിക്കുന്ന? നബിന്റെ ഉമ്മ 2 മാസം. അങ്ങനെ ആമിന ബീവി ഗർഭകാലം പൂർത്തീകരിച്ചപ്പോൾ ഒരു തിങ്കളാഴ്ച ദിവസം ആനക്കലഹ സംഭവം നടന്ന വർഷത്തിൽ, ആ വർഷത്തിലെ ഒരു തിങ്കളാഴ്ച, അത് കഴിഞ്ഞിട്ടുള്ള ഒരു തിങ്കളാഴ്ച ദിവസത്തിൽ ആമിന ബീവി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജന്മം നൽകി. വർഷം കൃത്യമായിട്ടില്ല, പറയുന്നത് ഏകദേശം ക്രിസ്തു വർഷം 570 571. ഒരു കാര്യത്തിൽ ഉറപ്പിക്കാം, ആനക്കലഹ സംഭവം നടന്ന ആ വർഷത്തിലെ ആ ആനക്കലഹ സംഭവത്തിന് ശേഷമുള്ള ഏതോ ഒരു തിങ്കളാഴ്ച, അത്രയേ പറയാൻ പറ്റും. ഇനി ജനിച്ച തീയതിയിലും മാസത്തിലും അഭിപ്രായ വ്യത്യാസം. നമ്മുടെ നബി ജനിച്ചത് റബീഉൽ അവ്വലിലാണ് എന്ന് തീരുമാനിച്ചാൽ തന്നെ റബീഉൽ അവ്വൽ 12 എന്നതിന് ഒരു ഉറപ്പില്ല. നമ്മുടെ اختلف العلماء في تاريخ يوم الذي ولد فيه رسول الله صلى الله عليه وسلم على الاقوال. നബി ജനിച്ച തീയതിയിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം. നിങ്ങൾ കേട്ടോ, 9 അഭിപ്രായം പറയാം. ഖൗലുൽ അവൽ, ഒന്നാമത്തെ അഭിപ്രായം അന്നഹു കാന യൗമുൽ സാനി മിൻ ശഹരി റബീഉൽ അവൽ. റബീഉൽ അവൽ 2-നാണ് നബി ജനിച്ചതെന്നൊരു അഭിപ്രായം. ക്ലിയറായില്ലേ? രണ്ടാമത്തെ അഭിപ്രായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവൽ 3-നാണ് ജനിച്ചതെന്നാണ് മറ്റൊരു അഭിപ്രായം. മൂന്നാമത്തെ അഭിപ്രായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവൽ 8-നാണ് ജനിച്ചതെന്നാണ് മറ്റൊരു അഭിപ്രായം. നാലാമത്തെ അഭിപ്രായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവൽ 9-നാണ് ജനിച്ചതെന്നാണ് മറ്റൊരു അഭിപ്രായം. അഞ്ചാമത്തെ അഭിപ്രായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവൽ 10-നാണ് ജനിച്ചതെന്നാണ് മറ്റൊരു അഭിപ്രായം. ആറാമത്തെ അഭിപ്രായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവൽ 12-ന് ജനിച്ചു. അപ്പൊ 9 അഭിപ്രായത്തില് ഒരു അഭിപ്രായം മാത്രമേ ഉറപ്പില്ല. ഏഴാമത്തെ അഭിപ്രായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവൽ 27-ന് ജനിച്ചു എന്നാണ് ഒരു അഭിപ്രായം. അല്ലാണ്ട് എന്തില്ല, റബീഉൽ അവൽ 12 കുറ്റിയടിച്ച് ഉറപ്പിച്ചിട്ടില്ല. ആലോചിക്കാം. അപ്പോ ശരിക്കും ഇത് എന്താ മനസ്സിലാക്കിയത്? നബി ജനിച്ച ദിവസം പ്രത്യേകമായ ഒരു ആഘോഷ ദിവസമാണെങ്കിൽ ആ തീയതി അള്ളാഹു ക്ലിപ്തപ്പെടുത്തുമായി ഖുർആൻ ആയത്തിലൂടെയോ ഹദീസിലൂടെ. ഉദാഹരണം പറയുകയാണെങ്കിൽ ഫിർഔൻ മരിച്ച ദിവസത്തിൽ ഒരു തർക്കമില്ല, ഒരൊറ്റ ദിവസം മതി. ഫിർഔൻ മരിച്ച ദിവസം മുഹറം 10 ഫിർഔൻ കൊല്ലപ്പെട്ട ദിവസം. കാരണം അന്ന് ആ ധിക്കാരിയെ നശിപ്പിച്ചതിനുള്ള നന്ദി കാണിച്ചിട്ട് അന്ന് മുസ്ലിങ്ങൾ നോമ്പെടുക്കണം. അപ്പൊ അത് അള്ളാഹ്ക്ക് നന്ദി കാണിക്കുന്ന ഒരു ദിവസമായതുകൊണ്ട് ആ ദിവസം ക്ലിപ്തപ്പെടുത്തി. ഫിർഔൻ മരിച്ചതിൽ തർക്കമില്ല, നബി മരിച്ച ദിവസത്തിൽ തർക്കമില്ല. നബി മരിച്ച ദിവസത്തിൽ തർക്കമില്ല. എന്താ കാരണം? നബി മരിച്ച ദിവസം ഖിയാമത്താണൊരു അടയാളം. നബി മരിച്ച ദിവസം ഏതാ? റബീഉൽ അവൽ 12. ഒരു തർക്കമില്ല. അങ്ങനെ ജനിച്ചതിലോ ഇപ്പൊ എത്ര അഭിപ്രായം? 7 അഭിപ്രായങ്ങൾ കേട്ടു. എത്രയാണ്? 7 അഭിപ്രായം. ഇനി മാസം റബീഉൽ അവൽ ഉറപ്പില്ല. നമ്മുടെ മാസത്തിന്റെ കാര്യത്തിൽ ആ ഷഹറുൽ ലദീ ഉലിദ ഫീഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി ജനിച്ചു എന്ന് പറയപ്പെടുന്ന മാസം 4 അഭിപ്രായം. അതിലൊന്ന് ഖൗലുൽ അവൽ ഷഹ്റു റബീഉൽ അവൽ, ഒരു അഭിപ്രായം റബീഉൽ അവൽ. രണ്ടാമത്തെ അഭിപ്രായം ഷഹ്റു റബീഉൽ ആഖിർ. ഇനിയിപ്പോ അതിലും കൊണ്ടാടേണ്ടി വരും. മൂന്നാമത്തെ അഭിപ്രായം ഷഹ്റു സുഹർ, സുഹർ മാസം എന്നാണ് മൂന്നാമത്തെ അഭിപ്രായം. നാലാമത്തെ ഖൗലു റാബിഅ ഷഹ്റു റമദാൻ. ഇനി റബീഉൽ അവൽ ആണെങ്കിൽ ദിവസം ഉറപ്പിച്ചിട്ടില്ല, മാസമാണെങ്കിലും ഉറപ്പിച്ചിട്ടില്ല. അപ്പൊ നബി ജനിച്ച ദിവസം പ്രത്യേക ആരാധനയുടെയോ ആഘോഷത്തിന്റെയോ ദിവസമല്ല. അല്ല, ആണെങ്കിൽ കൃത്യപ്പെടുത്തും. ആണെങ്കിൽ ഒരു ആഘോഷ ദിവസമാണെങ്കിൽ കൃത്യപ്പെടുത്തും. നബി മരിച്ചു, അത് കൃത്യം. കാരണം അത് ലോകാവസാനത്തിന്റെ അടയാളം. നമ്മൾ തുടക്കത്തിൽ 1ാമത്തെ ക്ലാസ്സിൽ നബിയുടെ നിയോഗം, 2 നബിന്റെ മരണം. ഓരോ റബീഉൽ അവൽ 12 വരുമ്പോഴും ലോകാവസാനത്തോട് അടുത്തു എന്ന മെസ്സേജാണ് തരുന്നത്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ.
അപ്പൊ അത് മാസം കൃത്യമല്ല, 4 അഭിപ്രായം. ജനിച്ച ദിവസം റബീഉൽ അവ്വൽ ആണ് എന്ന് വെച്ചാൽ തന്നെ 7 അഭിപ്രായം ഉറപ്പിക്കും. ഇനി നമുക്ക് നബി ജനിച്ച ഉടനെ ചെയ്ത അബ്ദുൽ മുത്തലിബ് ചെയ്ത കാര്യം കൂടി പറഞ്ഞ് നബിന്റെ ചേലാകർമ്മം കൂടി കഴിഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കും അല്ലെ. നബി ജനിച്ചു എന്നറിഞ്ഞപ്പോ ആമിന ബീബി വേഗം വാപ്പല്ലല്ലോ പാവം, അവനെ ബീബി നേരെ വല്യപ്പ നബിന്റെ വല്യപ്പ അബ്ദുൽ മുത്തലിബ് വിവരറിയിച്ചു. സന്തോഷത്തോടെ അബ്ദുൽ മുത്തലിബ് ഓടി വന്നു, അദ്ദേഹത്തെ നബിനെ എടുത്തു. കഅബയുടെ ഉള്ളിലേക്ക് സന്തോഷത്തോടെ കയറി അള്ളാഹ്ക്ക് നന്ദി കാണിച്ചു. എന്നിട്ട് നബിക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. വസമ്മാഹു മുഹമ്മദ്, നബിക്ക് അബ്ദുൽ മുത്തലിബ് മുഹമ്മദ് എന്ന പേരിട്ടു. അന്നേ വരെ മുഹമ്മദ് നബിക്ക്, നിങ്ങൾ ശരിക്കാലൊക്കെ ചരിത്രം, അന്നേ വരെ അറബികൾക്ക് ഇങ്ങനൊരു പേര് പരിചയമേ ഇല്ല. മുഹമ്മദ് നബിക്ക് മുമ്പ് അഹമ്മദ് എന്നോ മുഹമ്മദ് എന്നോ പേരുള്ള ഒരു പേരുള്ള ഒരാളെ കാണാൻ കഴിയും. കാരണം അറബികൾക്ക് പരിചയം പൊതുവ. അപ്പൊ അബ്ദുൽ മുത്തലിബിനോട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇങ്ങനെ അബ്ദുൽ മുത്തലിബ് അൻ സബബി തസ്മിയതിഹി, നബിക്ക് ഇങ്ങനെ ഒരു പുതുമയുള്ള അറബികൾക്ക് ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത മുഹമ്മദ് എന്ന പേര് എന്തുകൊണ്ടിട്ടു? സ്തുതിക്കപ്പെടുന്നവൻ, വാഴ്ത്തപ്പെടുന്നവൻ. അപ്പൊ അബ്ദുൽ മുത്തലിബ് അന്ന് പറഞ്ഞ കാര്യം അക്ഷരാർത്ഥത്തിൽ അത് ശരിയായി. അബ്ദുൽ മുത്തലിബ് കൊടുത്ത മറുപടി, അറത്തു അയ്യഹ്മദഹു അല്ലാഹു ഫിസ്സമാ, ഈ മുഹമ്മദിനെ അല്ലാഹു ആകാശ ലോകത്ത് വാഴ്ത്തണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. നോക്കണം, അതുപോലെ തന്നെ വഅയ്യഹ്മദഹുൽ ഖൽഖു ഫിൽ അർദി, സത്യങ്ങൾ ഭൂമിയിൽ ഈ കുഞ്ഞിനെ വാഴ്ത്തണം, സ്തുതിക്കപ്പെട്ടവനാകണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. സത്യത്തിൽ അത് 2 ലോകത്തും, ആകാശ ലോകത്തും ഭൂമി ലോകത്തും മുഹമ്മദ് എന്ന പേര് കേട്ടാൽ ആരൊക്കെ? അള്ളാഹു നേരിട്ട് നബിക്ക് അനുഗ്രഹം കൊടുക്കും. പിന്നെയോ മലക്കുകൾ മുഴുക്ക നബിക്ക് വേണ്ടി സ്വലാത്ത്. ഭൂമിയിലോ ആകാശ ലോകത്ത് മലക്കുകൾ നബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതേ സമയത്ത് ഭൂമിയിൽ എല്ലാ വിശ്വാസികളും നബിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അബ്ദുൽ മുത്തലിബിന്റെ ആ പേര് കൊടുത്ത ഉദ്ദേശം അക്ഷരാർത്ഥത്തിൽ ഉണർന്നു എന്നതാണ്. അങ്ങനെ അബ്ദുൽ മുത്തലിബ് നബിന്റെ പരിച്ഛേദനം എന്ന് വെച്ചാൽ ചേലാകർമ്മം മാർക്കം നബിന്റെ ജനിച്ച് യൗമുസ്സാബിയ നബിന്റെ 7-ാം ദിവസം മാർക്കം കഴിച്ചു. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി വളരെ വൈകാരികമായ ചില കഥകളിലേക്കാണ് കടക്കാൻ പോകുന്നത്. നബിക്ക് പാല് കൊടുത്ത ഉമ്മമാർ എത്ര പേര് നബി? പോട്ടെ, എത്ര ഉമ്മമാര് പാല് കൊടുത്തു എന്നെങ്കിലും പറഞ്ഞു. എണ്ണം കറക്റ്റാണ് 4. ആരൊക്കെ എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എത്താം. ഒരു കാര്യം, ഹലിയമ ബീവി മുഹമ്മദാണ് എന്നറിഞ്ഞ് മനസ്സറിഞ്ഞ് പാല് കൊടുക്കാൻ എടുത്തതാണ് അല്ല, ഒരു നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ മാത്രം. അത് പറയാം നമുക്ക്, അതങ്ങനെ ഇരിക്കട്ടെ, പൊട്ടിക്കണ്ട. 4 ഉമ്മമാരുടെ കഥകളും അവർ പാല് കൊടുത്ത ദിവസങ്ങളും ഏത് ക്രമമാണെന്നും ആ ഉമ്മമാരുടെ മുനുപടി ബന്ധത്തിലെ സഹോദരങ്ങൾ ആരാണെന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒക്കെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപം അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് അള്ളാഹു പുറത്തു മാറാവട്ടെ. അള്ളാഹുവേ, ഞങ്ങളെയും ഞങ്ങളുടെ ഇണകളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ എല്ലാ മക്കളെയും എല്ലാ ബന്ധുമിത്രാദികളെയും അള്ളാഹുവേ നിന്റെ അനുഗ്രഹത്തിന്റെ സമാധാനത്തിന്റെ ലോകമായിട്ടുള്ള സ്വർഗത്തിലേക്ക് ഫിർദൗസിലേക്ക് പ്രവേശിപ്പിക്കും. ഞങ്ങളൊക്കെ സ്വർഗത്തിലെ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടും. അള്ളാഹു നിങ്ങളെ എല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടും. അർഹമർ റഹീമായ നാഥ, ആ സ്വർഗത്തിലെ ഫിർദൗസിൽ വെച്ച് നിങ്ങൾ കാണാനുള്ള മഹാഭാഗ്യം നിങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണം. അള്ളാഹുവേ, നാളെ മഹ്ശറിൽ നബിയുടെ കൈകളിൽ നിന്ന് ഹൗദൽ കൗസറിലെ വെള്ളം മേടിച്ച് കുടിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് നീ നൽകണം. അള്ളാഹുവേ, നാളെ പരലോകത്തിൽ നിങ്ങളുടെ പ്രവാചകന്റെ സഹവാസം നിങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണം. അതാ അള്ളാഹുവേ, നാളെ പരലോകത്ത് എല്ലാ മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരാൾക്ക് മാത്രം നൽകുന്ന സ്വർഗത്തിൽ ഒരു പരമോന്നത പദവിയുണ്ട്, അൽ വസീല. അത് ഞങ്ങളുടെ പ്രവാചകന് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വസീയത്ത് നൽകിയിട്ടാണ് ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങളെ വിട പറഞ്ഞത്. അള്ളാഹുവേ, സ്വർഗത്തിൽ ഒരു മനുഷ്യന് മാത്രം, ഒരാൾക്ക് മാത്രം നൽകുന്ന ആ ഉയർന്ന വസീല എന്ന പദവി ഞങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നീ നൽകി അനുഗ്രഹിക്കണം. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളെ സ്വലിഹായ മക്കളാക്കി പരിപാലിക്കണം. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളെ
നല്ല സൽസ്വഭാവികളാക്കി. അല്ലാഹുവേ ഞങ്ങളൊക്കെ മരിച്ചു കഴിഞ്ഞാലും എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും പുറത്തു കൊടുക്കണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന നല്ല സ്വാലിഹീങ്ങളും ദൃഢവിശ്വാസികളായ മക്കളാക്കി. അല്ലാഹുവേ ഞങ്ങളെ വല്ലാതെ നീ സഹായിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അക്രമികളായ അഹങ്കാരികളായ അധികാരികളെ വകവരുത്താൻ വേണ്ടി പ്രാർത്ഥിച്ചു. അല്ലാഹുവേ ഞങ്ങളുടെ പ്രാർത്ഥന ഈ ഇന്ത്യയിലെ ഓരോ മുസ്ലിങ്ങളും ഇവിടെ മാത്രമല്ല വിദേശത്തുള്ള മുസ്ലിങ്ങൾ അടക്കം ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. അല്ലാഹുവേ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ച നിനക്ക് സർവസ്തുതി നമുക്ക് ബോധ്യമാണ്. കഴിഞ്ഞ 10 കൊല്ലമായി ഏകപക്ഷീയമായി എന്താണോ RSS നടപ്പാക്കാൻ ഉദ്ദേശിച്ചത് ഏകപക്ഷീയമായിട്ട് ഏകാധിപതികളെ പോലെയാണ് നടപ്പാക്കിയത്. പക്ഷെ ഇപ്പോഴോ അല്ല. പണ്ട് 2 പേരാണ് വാർത്താ സമ്മേളനത്തിന് കാണുമെങ്കിൽ ഇപ്പൊ ഒരു മൊട്ടത്തലയെ കാണാൻ പകരം 3 പേര് അപ്പുറപ്പുറം കാണാം. ഇനി എന്തെടുക്കുകയാണെങ്കിലും ഒറ്റക്ക് പറ്റില്ല. RSS കൊടുക്കുന്ന ലിസ്റ്റ് ഇന്ത്യയിൽ നടപ്പിലാക്കാൻ കഴിയില്ല. പിന്നെ കൂടെ കൂടി എപ്പോ ഒരു സ്വന്തം വാപ്പാനെ വരെ കാലുവാരി ആൾക്കാർ. അതുകൊണ്ട് അല്ലാഹു ഈ അഹങ്കാരികളുടെ അഹങ്കാരത്തിന് മോനെ അനുഭവിച്ചു. അതവിടെ തീരും. അത് ശരിക്കും ബോധ്യമാണ്. നല്ല സഹായം. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കാം. ചിലപ്പോ നമ്മുടെ ജീവിതം അമ്മ നോക്കുണ്ടെങ്കിൽ ശരിക്കും തൗബ ചെയ്ത് പ്രാർത്ഥിച്ച് നല്ലവരായിട്ട് ജീവിക്കുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും? അല്ലാഹു നമ്മളെ സഹായിക്കുന്ന ഇന്ത്യ സഖ്യത്തിന് ബലം നൽകിയേക്കാം. കുറെ പേരുകൾ ചാടി പോകാൻ പിന്തുണ ഓൾറെഡി പോയിക്കൊണ്ടിരിക്കുന്നു. മറിച്ച് നമ്മൾ അഹങ്കാരികളാകുമ്പോഴോ അള്ളാഹുവിന്റെ ഈ വർഗീയവാദികളെ പൂർവാധികം ശക്തിയോടെ ബലപ്പെടുത്താൻ കഴിവുള്ളവൻ. അത് മറക്കരുത്. നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കും. പ്രാർത്ഥന സ്വീകരിക്കാൻ വേണ്ട നമ്മുടെ ജീവിതം വിശുദ്ധമാക്കുക. 2 അള്ളാഹ്ക്ക് നന്ദി കാണിക്കും. അള്ളാഹ് പറഞ്ഞു നന്ദി കാണിച്ചാൽ അനുഗ്രഹം കൂട്ടിത്തരാം. സമാധാനം ഉണ്ടല്ലോ അല്ലേ? ഇത് താഴോട്ട് പോകണ്ട, വർദ്ധിക്കണം. അതിന് അള്ളാഹ് നന്ദി കാണിക്കണം. 3 ദഅവത്ത്. അള്ളാഹുവാണ് ആരാധ്യൻ എന്ന വിഷയം നമ്മൾ ഒരു മടിയും കൂടാതെ ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കും. അതിലൊരു കുറവ് വരുത്തും. ദീൻ കേൾക്കാനുള്ള സാഹചര്യം വെക്കും. 4 ഇസ്തിഗ്ഫാർ തൗബ. 4 കാര്യം ശ്രദ്ധിക്കുക. ദുആ. 2 നന്ദി കാണിക്കുക. 3 ദഅവത്ത് സജീവാക്കുക. 4 തൗബയും ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. ഒരു വേള അല്ലാഹു പൂർണ്ണമായും ഈ അഹങ്കാരികളെ നീക്കി തന്നേക്കാം. അല്ലാഹുവേ നീ ഞങ്ങളെ സഹായിച്ചതിന് അല്ലാഹുവേ ഒരുപാട് നന്ദി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുവേ പൂർണ്ണമായും അല്ലാഹുവേ ഇവരെ നീ നീക്കി തരണം. അല്ലാഹുവേ ഈ അക്രമികളെയൊക്കെ അല്ലാഹുവേ മാതൃകാപരമായിട്ട് നീ കൈകാര്യം ചെയ്യണം. അത്രമാത്രം മുസ്ലിങ്ങളെ വേദനിപ്പിച്ചു. ബദർ യുദ്ധം നടന്നപ്പോ സാന്ദർഭികമായിട്ട് ചില കാര്യം ചോദി. ബദർ യുദ്ധം നടന്നപ്പോ മുസ്ലിങ്ങൾക്ക് ചില വിഷമങ്ങളുണ്ടായി. അന്ന് എന്താ പറഞ്ഞ ആ സമയത്ത്? നിങ്ങൾ വിഷമിച്ചതിനെക്കട്ടെ ഇരട്ടിയോ തത്തുല്യമായോ അതിലധികമോ വേദന ആർക്കുണ്ട്? മുശ്രിക്കീങ്ങൾക്കുണ്ട്. ഇപ്പൊ അവരുടെ നെഞ്ചിടിപ്പ് എത്ര ഉണ്ട്? ഒറ്റയടിക്ക് പോയാ പോരാ, നീറിട്ടുള്ള പേജാറുകൊണ്ട് നടക്കണം. അതന്നെ ഉറങ്ങാത്തരാ. അതൊരു അതാപന്നല്ലേ? ചില്ലറ അതാപല്ലത്. ഈ ചക്കരക്കുളത്തിൽ കൈയിട്ട മക്കാത്തവരാ, ഇത് കൈയിട്ടവരാ. അള്ളാഹുവേ മാതൃകാപരമായി നീ ഇവരെ കൈകാര്യം ചെയ്യും. അള്ളാഹുവേ ഇവരൊക്കെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൊടുക്കണം. അള്ളാഹുവേ ഈ സദസ്സിൽ ഹാജരായ ഓരോരുത്തർക്കും അവരുടെ ഹലാലായ ആവശ്യങ്ങൾ അള്ളാഹു നീ സാധിപ്പിച്ചു തരണം. രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന രോഗികൾക്ക് നീ ശിഫ നൽകണം. അതാ അള്ളാഹു ഞങ്ങളുടെയൊക്കെ ഈ സദസ്സിൽ ഹാജരായ ഓരോരുത്തരെയും ഓരോ കുടുംബത്തെയും അള്ളാഹു ധാരാളം ഹൈറും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد صلى الله عليه وسلم وسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب